ഇത് മോന്, ഇത് മോക്ക്. എന്താ മാമ കിട്ടിയത്? നമുക്കെല്ലാം ഓണക്കോടിയോ മോനെ. ഇത് മോന്, ഇത് മോക്ക്. എന്താ മാമ കിട്ടിയത്? നമുക്കെല്ലാം ഓണക്കോടിയോ മോനെ. ബാപ്പുട്ടി, ആ വന്നില്ലേ ആയിഷേ? അകത്തുണ്ട് കേട്ടോ. ബാപ്പുട്ടി, ബാപ്പുട്ടി, നീ എന്താണ് പഹയ കിടന്ന് തുറന്നു പൊട്ടിക്കുന്നത്? നിന്റെ പെമ്പറിനോടെ പുറത്ത് നിൽക്കുമ്പോ നീ തനിക്ക് അകത്തെന്തെടുക്കായിരുന്നില്ല? ഞാൻ അത് തുടുപ്പ് തേക്കിയായിരുന്നു. നീ എന്താണ് രാമു ഇത്രയും താമസിച്ചത്? ഇന്ന് ഉത്രാടമല്ലേ, ഓണച്ചന്തയിരുന്ന് കയറി. ആ കൈ നീട്ടാ. എന്ത് കുന്തമാണോ നീ കാട്ടിക്കൂട്ടുന്നത്? ഓണക്കോടി. എല്ലാ ദൈവങ്ങളെയും മനസ്സ് വിചാരിച്ച് 2 കൈ നീട്ടി വാങ്ങിച്ചോ. നിനക്കും ആയിഷയ്ക്കും സലിമിനും. ഇതേ ഭാര്യയെ ശ്രീമതി മാലവി, എനിക്കും നിനക്കും നമ്മുടെ മോൾ ഷീലയ്ക്കും. നാളെ കോടി എടുത്തോണ്ട് ഞാനും സലീമും കൂടെ അമ്പലത്തിൽ പോട്ടെ. എടാ, നിന്റെ മോള് എന്റെ മോനെ അമ്പലവാസികളെ കൊണ്ട് തല്ലിക്കാനുള്ള പരിപാടിയാ ഇടുന്നത്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യർ തമ്മിൽ തല്ലുന്ന കാര്യം ഈ കുഞ്ഞുങ്ങൾക്കറിയാം. വളർന്നു വരുമ്പോഴും അവരുടെ മനസ്സ് ഇങ്ങനെ തന്നെ ഇരുന്നെങ്കിൽ. അതേടാ, എന്നെയും നിന്നെയും പോലെ. ഓണപ്പൂവുകൾ വിരുന്നു വന്നു, ഓണത്തുമ്പികൾ പറന്നു വന്നു. ഒന്നാകും കുന്നിന്മേലും ഓരടി കുന്നിന്മേലും സ്വർണ്ണത്താലവും മഞ്ഞക്കോടിയും ഉയർന്നിടുന്നു. സ്വർണ്ണത്താലവും മഞ്ഞക്കോടിയും ഉയർന്നിടുന്നു. ഓണപ്പൂവുകൾ വിരുന്നു വന്നു, ഓണത്തുമ്പികൾ പറന്നു വന്നു. ഒന്നാകും കുന്നിന്മേൽ ഓരടി കുന്നിന്മേൽ സ്വർണ്ണത്താലവും മഞ്ഞക്കോടിയും ഉയർന്നിടുന്നു. സ്വർണ്ണത്താലവും മഞ്ഞക്കോടിയും ഉയർന്നിടുന്നു. മതങ്ങളില്ല, ജാതികളില്ല തിരുവോണത്തിൻ തിരുനടയിൽ. മനുഷ്യരെല്ലാം ഒരുപോൽ മേവും പൊന്നോണത്തിൻ പൊന്നൊളി. മതങ്ങളില്ല, ജാതികളില്ല തിരുവോണത്തിൻ തിരുനടയിൽ. മനുഷ്യരെല്ലാം ഒരുപോൽ മേവും പൊന്നോണത്തിൻ പൊന്നൊളി. ഒരമ്മ തന്നെ മക്കൾ നമ്മൾ ഒരുക്കി നിൽക്കും കാഴ്ചകളിൽ ഒരേ സ്വരത്തിൽ ഉയർന്നു പൊങ്ങും ഉല്ലാസത്തിൻ പൂവിളി. ഓണപ്പൂവുകൾ ഓണപ്പൂവുകൾ വിരുന്നു വന്നു, ഓണത്തുമ്പികൾ പറന്നു വന്നു. ഒന്നാകും കുന്നിന്മേൽ ഓരടി കുന്നിന്മേൽ സ്വർണ്ണത്താലവും മഞ്ഞക്കോടിയും ഉയർന്നിടുന്നു. സ്വർണ്ണത്താലവും മഞ്ഞക്കോടിയും ഉയർന്നിടുന്നു. രാമു, മലതി, പകല് ബ്ലാക്ക് മാർക്കറ്റോ? നിങ്ങൾക്ക് നാണമില്ലേ? നാണിക്കാൻ എന്തിരിക്കുന്നു?
എടാ മതിയടാ, ഒന്ന് കുട്ടിറങ്ങി വാ. നടുവിനൊരു പിടുത്തം. മാളവിയെ കൊണ്ട് നമിക്കുകയായിരുന്നു. എടാ നീ ഭാഗ്യവാനാടാ. എടി ഐഷേ, നീ ഇതുവരെ എനിക്ക് നമുക്ക് തന്നിട്ടുണ്ടാ? അയ്യോ, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. ഇതാ ഞങ്ങളുടെ റംസാൻ സമ്മാനം. ഇതാ, ഇത് നമുക്ക്. എടാ രാമു, ഇന്ന് നമ്മുടെ 2 കെട്യൂഷൻ ലീവ്. 2 പേർക്കും? ആ, നമ്മൾ 2 പേരും കൂടി ചേർന്ന് കോഴി ബിരിയാണി വെക്കുന്നു. ഡ്രൈവർ സാറും എക്സൈസ് സിപായി സാറും കൂടെ ചേർന്ന് കോഴി ബിരിയാണി വെച്ചാൽ ഫസ്റ്റ് ആയിരിക്കും. സായിപ്പ് സാമ്പാർ വെച്ചുപോലെ ഇരിക്കും. കളിയാക്കണ്ട, വെച്ച് കാണിച്ചിട്ട് ബാക്കി കാര്യം. പിടിയണ കോഴിയെ. വാ. ദുനിയാവിൽ സ്വർഗത്തിൽ ഒളി പൊഴിച്ച് തെളിവാനിൽ പെരുന്നാളിൽ പെറയുദിച്ച്. ദുനിയാവിൽ സ്വർഗത്തിൽ ഒളി പൊഴിച്ച് തെളിവാനിൽ പെരുന്നാളിൽ പെറയുദിച്ച്. കരളിന്റെ മണിത്തോപ്പിൽ മലർ പിരിഞ്ഞ്, കരളിന്റെ മണിത്തോപ്പിൽ മലർ പിരിഞ്ഞ്. ചിരികൊണ്ട് കുടിൽ പോലും അഴകണിഞ്ഞ്, ചിരികൊണ്ട് കുടിൽ പോലും അഴകണിഞ്ഞ്. ദുനിയാവിൽ സ്വർഗത്തിൻ ഒളി പൊഴിച്ച് തെളിവാനിൽ പെരുന്നാളിൽ പെറയുദിച്ച്. പടച്ചവന്റെ കരുണ കൊണ്ട് നല്ലൊരു നാട്, മനുഷ്യരൊന്നായി മാറിടുന്ന പുന്നാരനാട്. പടച്ചവന്റെ കരുണ കൊണ്ട് നല്ലൊരു നാട്, മനുഷ്യരൊന്നായി മാറിടുന്ന പുന്നാരനാട്. ഒരു മതന്നാനന്ദം പെരുമതന്നാനന്ദം, ഒരു മതന്നാനന്ദം പെരുമതന്നാനന്ദം. അരുളും ചേല് നിറയും ഹാല്, അരുളും ചേല് നിറയും ഹാല്. രാവിൽ സ്വർഗത്തിൻ ഒളി പൊഴിച്ച് തെളിവാനിൽ പെരുന്നാളിൽ പെറയുദിച്ച്. കരളിന്റെ മണിത്തോപ്പിൽ മലർ വിരിഞ്ഞ്, ചിരികൊണ്ട് കുടിൽ പോലും അഴകണിഞ്ഞ്. ഒന്ന് തുറക്കണ പഹയ. ഇനി ദൈവം തമ്പുരാൻ തന്നെ വണ്ടി ഓടിച്ചു വന്നാലും വണ്ടി ചെക്ക് ചെയ്യാതെ ഞാൻ വിടില്ലെന്ന് നിനക്കറിയാമല്ലോ. അങ്ങനെ സത്യമായിട്ട് ജോലി ചെയ്തതിനാ നിനക്ക് 12 സ്ഥലം മാറ്റം കിട്ടിയത്. ഇത് പഴയ 3ാമത്തെ അങ്ങോട്ട് മാറിയില്ലേ? ഈ സീറ്റിനതിലെങ്ങനെ വല്ലതും കയറ്റി വെച്ചിട്ടുണ്ടോ? അങ്ങനെ കയറ്റി വെക്കുന്ന പണിയൊന്നും എനിക്കില്ല. അതെനിക്ക് കൂടി ബോധ്യമാവണ്ടേ? നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞില്ലേ? ഇന്ന് ശ്രീധരൻ പെട്ടെന്ന് ലീവ് എടുത്തു. അതുകൊണ്ട് നൈറ്റ് ഡ്യൂട്ടി കൂടി എനിക്ക് നോക്കണം. അപ്പൊ നിന്റെ അത്താഴമോ? മാലതി കൊണ്ടുവരും. അപ്പൊ 2 പേരും കൂടിയായിരുന്നു നൈറ്റ് ഡ്യൂട്ടി. രാത്രി വരുന്ന വണ്ടികളെല്ലാം റോഡിൽ നിരന്ന് കിടന്ന് ഹോൺ അടിച്ചേ തന്നെ തകർത്തോ. രാവിലെ കാണാം. ഐഷേ, ഐഷേ, എന്താ മാലതി? ഷീല നോക്കിക്കോളണേ, ഞാൻ ഇവളുടെ അച്ഛന് ചോറ് കൊണ്ട് കൊടുത്തിട്ട് വരാം. ഇന്ന് രാമേട്ടന് നൈറ്റ് ഡ്യൂട്ടി ആണ്. വീട്ടിലോടെയാണ് തുറക്ക്. ഓഹോ, ഇവനാണോ? സംഗതി കുഴഞ്ഞല്ലോ. സാരല്ല. സ്പിരിച്വലു ശ്രീധരൻ നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും വിചാരിച്ചായിരിക്കും കള്ളച്ചാരം കയറ്റി വിടണം അല്ലേ? ഇളിക്കാതെ ലോറി മാറ്റിയിട്ട്. ഇത് 500 രൂപ കയ്യിൽ വെച്ചോ. എന്നെ അറിയാമല്ലോ,
മര്യാദയ്ക്ക് ലോറി മാറ്റിയിട്. സാറിന് വല്ല നഷ്ടമുണ്ടോ? കിട്ടിയത് മാറ്റുകൊണ്ട് ലാറി വിട്. ഓ അത് ഞാൻ നടപ്പില്ല. ഏത് വണ്ടിയാണ് ഇടിച്ചതെന്ന് അറിയില്ല, പക്ഷെ ആ സ്ത്രീ മരിച്ചുപോയി. എന്നെ വിട്ടിട്ട് എങ്ങനെ പോയി മാലതി? എനിക്ക് ആരുണ്ട് ഒരു കൂട്ട്? കണ്ടോ, നമ്മുടെ മാലതി പോയി, എന്റെ മാലതി പോയി. എന്റെ അമ്മ പോയി, എന്റെ അമ്മ പോയി. രാമു ഇവിടെ? പ്രാന്താശുപത്രി കൊണ്ടുപോയി. കാര്യം? ഡോക്ടർ ശർമ്മ പറഞ്ഞു രാമുവിന് ഭ്രാന്താണെന്ന്. ഡോക്ടർ ശർമ്മ ആ സമയത്ത് റൂട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. വണ്ടി ഞാൻ അവളെ നെഞ്ഞത്തുള്ളി കയറ്റിയിറക്കി. രാമു സംഭവം കണ്ടോ? അതുകൊണ്ടല്ല അവനെ ഞാൻ ഇഞ്ചക്ഷൻ കൊടുത്ത് ഭ്രാന്താശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യിച്ചത്. എടാ ഡോക്ടറെ, നീ എന്താ ചെയ്തത്? എന്റെ രാമുവിനെ ഭ്രാന്താശുപത്രിയിലാക്കി. എടാ വേലു, നീ അവന്റെ ഭാര്യയെ ലോറി കയറ്റി കൊന്നു. നിന്നെ ഞാൻ അവൻ തിരിച്ചു പോകരുത്. കൊള്ളാം. മര്യാദക്കാണെങ്കിൽ ജില്ലാത്തിനെ ഞാൻ കൊല്ലും. ജില്ലാത്തിനെ കൊല്ലുക.
ബാപ്പുട്ടിയും രാമുവും കൂടി ഇല്ലെന്ന് എത്ര നാളുകൊണ്ട് ഞാൻ പറയുന്നു. ഇവിടെ പേര് ചിലപ്പോ തെറ്റിച്ചെഴുതിയതായിരിക്കും. നമ്മളെ ഒന്ന് അടുത്ത് കൊണ്ട് കാണിച്ച ആളെ തിരിച്ചറിയാൻ പറ്റും. ഭ്രാന്തന്മാരുടെ കൂട്ടത്തിൽ നിങ്ങളെ കൊണ്ടുപോകാനോ? നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോന്നല്ലേ? ഐഷയും ഷീലയും സലിയുമൊക്കെ ഇപ്പൊ എവിടെയായിരിക്കും? ഈശ്വരന് മാത്രം അറിയാം. മയ്യത്താകുന്നതിന് മുമ്പ് നമുക്കവരെ ഒരു നോക്ക് കാണാൻ പറ്റൂ. ബാപ്പുട്ടി, എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കിടന്ന് മരിച്ചു പോകും. നമുക്ക് ഡോക്ടർ സാറിനോട് ഒന്നുകൂടി അപേക്ഷിച്ച് നോക്കാം. വാ. ഡോക്ടർ സാർ, ഞങ്ങൾ രണ്ടുപേരും പാവപ്പെട്ട രണ്ട് തൊഴിലാളികളാണ്. ഒത്തിരി കാലമായി ഞങ്ങൾ ഇതിനകത്ത് തന്നെ കിടക്കാൻ തുടങ്ങി. ഭ്രാന്ത് മാറാതെ വിടാൻ സാധിക്കൂ? സാർ, രാമുവിന്റെ ഭാര്യയെ കൊന്ന സത്യം പുറത്താകുമെന്ന് ഭയന്ന് ആ ഇബിലീസുകൾ ഞങ്ങളെ ഭ്രാന്തന്മാരാക്കിയതാണ്. ഞങ്ങളുടെ കുടുംബത്തെ കാണാനെങ്കിലും ഞങ്ങളൊന്ന് വിടാൻ ദയവുണ്ടാകണം. വിടണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് കമ്മിറ്റിയാണ്. സാർ, കാലി പിടിച്ച് ഞങ്ങൾ അപേക്ഷിക്കാൻ ഞങ്ങളെ രക്ഷിക്കണം. നിങ്ങളെ രക്ഷിക്കാൻ ഞാനൊരു ദൈവം. ഞങ്ങൾക്ക് ഭ്രാന്തില്ലെന്ന സത്യം ഡോക്ടർ മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. ജെയിംസ്, ആരാണ് ഭ്രാന്തന്മാരെ അകത്ത് വിട്ടത്? അയ്യോ ഭ്രാന്ത്! അയ്യോ, എന്നെ കൊല്ലുന്നേ! ഓടി വായേ! അയ്യോ! എന്റെ പാത്രം കേടാം, ഭ്രാന്ത്. ബാപ്പുട്ടി, ആരുടെ ശവം കൊണ്ടുപോവാ വണ്ടി? ഡോക്ടറുടെ ഗേറ്റ് പാസ് വാങ്ങിക്കാൻ പോയിരിക്കുക വാർഡന്മാര്. വാ. എന്ത് രണ്ടാശിട്ടിരുന്ന് രണ്ടുപേരും എണീച്ചാടിയോ? പോലീസ്! അയ്യോ, 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 ഞങ്ങൾ എങ്ങനെയാണോ പുറത്തു പോണത്? തെമ്മാടികളെ ഭ്രാന്താശുപത്രിയിൽ നിന്ന് പുറത്തിയായോ? അയ്യോ, ഞങ്ങൾക്ക് ഭ്രാന്തില്ലേ? പിന്നെ ഞങ്ങളാണോ ഭ്രാന്തമാര്? നടക്കണോട്ട്. ആ പടിഞ്ഞാറ് വശത്ത് ഒരു വീടുണ്ടായിരുന്നല്ലോ. അയ്യോ, അത് എന്നെ തീ പിടിച്ചു പോയി. തീ പിടിച്ചോ? അപ്പൊ അവിടെ താമസിക്കുന്ന ഐഷയും കുട്ടികളും അവരെ പിന്നെ ഇതുവരെ ആരും കണ്ടിട്ടില്ല. ബാപ്പുട്ടി, അവർ ഈ നാട്ടിൽ എവിടെയെങ്കിലും കാണുമ്പോഴാ. നമ്മളെ കാണാതെ അവർ ലോകം വിട്ടു പോകത്തില്ല. നീ വാ. ആ മാർക്കറ്റിനടുത്തൊരു സ്പിരിച്വൽ ഉണ്ടായിരുന്നല്ലോ, ലോറി ഡ്രൈവർ. അയ്യോ, അങ്ങേരിപ്പോ വലിയ പണക്കാരനായി പോയില്ലയോ? എസ്റ്റേറ്റും കാറും ബംഗ്ലാവും ഒക്കെ ഉണ്ട്. നമസ്കാരം. നിങ്ങൾ നിന്റെ ചോര കുടിക്കാൻ വന്ന രണ്ട് ഭ്രാന്തന്മാർ. മതായി, യുവന്മാരെ പിടിച്ച് വെളിയിൽ തള്ള.
പോകരുത്. സ്പിരിറ്റ് വേലു, നീ എന്റെ ഭാര്യയെ ലോറി കയറ്റി കൊന്നതിന് ഓർമ്മയുണ്ടോ? നീ ഇത്രയും കാലം നിങ്ങളെ ഭ്രാന്താസ്പത്രിയിൽ അടച്ച് നരകയാതന അനുഭവിപ്പിച്ചില്ലേ? ബാപ്പുട്ടി, നീ കാർ ഓടിക്കും. ഇവനെ എന്റെ ഭാര്യയെ കൊന്ന് അതേ സ്ഥലത്ത് കൊണ്ടുപോയി അതേ രീതിയിൽ തന്നെ കൊല്ലണം. കേരള വേണ്ടി രാമു, പോലീസ്! Follow them. ആരാണ് കാറിൽ ഇറങ്ങി ഓടിയത്? രണ്ട് ഭ്രാന്തന്മാർ എന്നെ കത്തി അടിച്ചോണ്ട് വരികയായിരുന്നു. സാറിവിടെ ഒരു സ്മഗ്ലിംഗ് പാർട്ടി കാറിൽ വരുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടി. അതുകൊണ്ട് എല്ലാ കാറുകളും നിർത്തി ഞങ്ങൾ ചെക്ക് ചെയ്യുകയായിരുന്നു. എന്റെ ഭാഗ്യം. കുഞ്ഞിമേ, കുഞ്ഞിമേ, എന്താ പക്ഷേ ചെറിയത്തിന് ഇവര് കണ്ടില്ലല്ലോ. അച്ഛനെ കൊണ്ടുവരാൻ എയർപോർട്ടിൽ പോകണ്ടേ? ആ, ചെറിയ ഓട്ടോസ് കാണും. ഞാൻ ഇപ്പൊ വിളിക്കാം. ഞാനാ ഭാഗ്യരഥി. എന്താ? എയർപോർട്ടിൽ പോകേണ്ട കാര്യം മറന്നോ? ഇല്ലല്ല, ഞാനിതാ വരുന്നു. നിങ്ങളുടെ കസിൻ ബ്രദർ പ്രഭാകര മേനോൻ ഇന്ന് വരുന്നുവല്ലേ? അതെ. അദ്ദേഹം മകളുടെ പേർക്ക് 10-25 ലക്ഷം രൂപ അയച്ചു തന്നിരുന്നല്ലോ. അത് അവളുടെ പേരിൽ തന്നെയാണോ? ഉഷ മൈനറല്ലേ, അതുകൊണ്ട് അതൊക്കെ എന്റെ പേരിലാണ്. അപ്പോ മിസ് മേനോൻ വരുമ്പോ കണക്കെല്ലാം തീർക്കേണ്ടി വരുമല്ലോ. വേണം. എന്റെ അച്ഛൻ വരുന്നത് എന്തിനാണെന്ന് അറിയാമോ? എന്നെ കാണാൻ. അല്ല, നിന്റെ വിവാഹം നടത്താൻ. അത് കഴിയുമ്പോ നീ എന്നെ വിട്ടേക്ക് ഭർത്താവിന്റെ കൂടെ പോകും അല്ലേ? കുഞ്ഞിനെ വിട്ടേക്ക് ഞാൻ ഇവിടേക്ക് പോകില്ല. എല്ലാ പെൺകുട്ടികളും ഇത് തന്നെയാ പറയുന്നത്. എന്നാലേ ഞാൻ എയർപോർട്ടിൽ പോയിട്ട് വരാം. അവളും വരുന്നു. എന്തിന്? എത്ര വർഷമായി ഞാൻ എന്റെ അച്ഛനെ കണ്ടിട്ട്. ഞാനും നേരത്തെ ചെറിയ മോൾ എന്തിനാ ഇത്ര ദൂരം യാത്ര ചെയ്യുന്നത്? പ്ലെയിൻ ലേറ്റ് ആയാൽ ചിലപ്പോൾ രാത്രിയാവും. അച്ഛൻ ഇങ്ങോട്ടല്ലേ വരുന്നത്? ഞാൻ പോയിട്ട് വരാം കേട്ടോ. എന്താ? എന്തു പറ്റി? കോയിൽ കിട്ടായി സാർ, ഇപ്പൊ ശരിയാക്കാം. എന്തുണ്ടായി? ആരാ നിങ്ങൾ? ഞാൻ ഹോങ്കോങ്ങിൽ നിന്നും വന്നതാണ് എന്റെ മകളുടെ കല്യാണത്തിന്. ആ വലിയ പെട്ടിക്കകത്ത് ഒരു ബ്രീഫ് കേസ് ഇരിപ്പുണ്ട്. അത് ഒന്നെടുത്തുകൊണ്ട് വരും.
രത്നങ്ങൾ കൊണ്ടുവരുന്ന മേലെ എനിക്ക് എഴുതിയിരുന്നല്ലോ. എനിക്കറിഞ്ഞൂടാ. മത്തായി ഈ പെട്ടിയാണ് എടുത്തു വന്നത്. ഇതിന്റെ അകത്ത് സ്വർണവും രത്നങ്ങളും പണവും എല്ലാം ഉണ്ട്. ഇത് എന്റെ മോളുടെ കയ്യിൽ ഏൽപ്പിക്കാമോ? ആരാ നിങ്ങളുടെ മകൾ? എന്റെ മോൾ ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ഞാൻ KVK. എന്റെ കസിൻ ബ്രദർ എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് ഗാഡ്സ് റോഡിൽ വെച്ച് ആരോ കൊലപ്പെടുത്തി. ബാപ്പുട്ടി, പെട്ടി മകളുടെ കയ്യിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ അയാൾ മരിച്ചു? അതെ. അതുകൊണ്ട് തൽക്കാലം പെട്ടിക്ക് കാട്ടിലൊഴിച്ചു. അത് ശരിയാ. ഈ കൊലപാതകത്തിന്റെ കാര്യം പോലീസിനെ അറിയിക്കണ്ടേ? അറിയിക്കാൻ ചെന്ന് നമ്മളെ പിടിച്ച് അകത്താക്കില്ലേ? എന്നാ ഒരു കാര്യം ചെയ്യാം. ആ ശവമെടുത്ത് കാറിനകത്ത് വെച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയി രഹസ്യമായി പോലീസിന് ഫോൺ ചെയ്യാം. ആവാ. നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സർ, ഞങ്ങൾ നിരപരാധികളാണ്. നമുക്ക് ടേസ്റ്റ് ചെന്നിട്ട് പറയാം. ഭാഗീരഥി, ഞാൻ പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊലപാതകളെ ഉടൻ കണ്ടുപിടിച്ചു. പക്ഷേ ഉഷയുടെ അച്ഛൻ കൊണ്ടുവന്ന പണപ്പെട്ടിയും വിലപിടിപ്പുള്ള രത്നങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് പണപ്പെട്ടി പോയതിലാണ് ദുഃഖം അല്ലേ? ഞാൻ കൂടി വന്നിരുന്നെങ്കിൽ എന്റെ അച്ഛനെ എനിക്കൊന്ന് കാണാനെങ്കിലും കഴിയുമായിരുന്നു. ശരിയാണ് മോളെ, നിന്നെ കൂടെ കൊണ്ടുപോകേണ്ടതായിരുന്നു. എന്തോ ഭാഗ്യദോഷത്തിന് എനിക്കത് തോന്നിയില്ല. മോളെ എഴുന്നേറ്റ് വന്ന് വല്ലതും കഴിക്കും. എനിക്കൊന്നും വേണ്ട ചെറിയ. അവളെ ഇപ്പൊ അലക്കണ്ട, കുറച്ചേറെ സ്വസ്ഥമായി കിടക്കട്ടെ. അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന് ലോക്കപ്പ് ചെയ്തിരിക്കുന്ന ആ കൊലപാതകളെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് വേണം? എന്റെ കസിൻ ബ്രദറെ കൊന്നവരെ എനിക്ക് കണ്ടുകൂടെ? കേസ് ഡയറി എഴുതിയതിനു ശേഷം കാണുന്നതാണ് നല്ലത്. മരിച്ച പ്രഭാകര മേനോന്റെ കാറിലുണ്ടായിരുന്ന പെട്ടി എവിടെ? ക്ഷമിക്കണം, കാറിൽ പെട്ടി ഉണ്ടായിരുന്നുവെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? മകളുടെ വിവാഹത്തിന് വേണ്ടി വന്നതാണ്. ആഭരണങ്ങൾ കൊണ്ടുവരാമെന്ന് എഴുതിയിരുന്നു. അപ്പോൾ അതന്വേഷിക്കാനാണോ സാർ ഇവിടെ വന്നത്? എന്നാൽ കാറിലൊന്നും ഇല്ലായിരുന്നു. പിന്നീട് എവിടെ പോയി? അയ്യോ എന്താ? അയ്യോ കൊലപാതകി ഇങ്ങനെ വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലേ? ഉത്തരവ് കാലത്തെ കൊടുത്ത ഗവൺമെന്റ് ഗോതമ്പുണ്ട് അവന്മാർക്ക് വയറ്റി പിടിച്ചില്ല. രണ്ടരും വെളിക്ക് പോകണമെന്ന് പറഞ്ഞു. വിടാതിരിക്കാൻ പറ്റുമോ? ഞാനും നാനുവിളച്ചേട്ടനും കൂടെ അവന്മാരെ കൊണ്ട് മതിലിന്റെ അടുത്തിരുത്തിയത്. എന്നിട്ട് മലമൂത്ര വിസർജനം നിയമപരമായി ആരും നോക്കാൻ പാടില്ലേ മാന്നെ? അതുകൊണ്ട് ഞങ്ങൾ തിരിഞ്ഞു നിന്നു. കുറെ കഴിഞ്ഞപ്പോ പൊട്ടലും ചേട്ടിലും വിലച്ചു. തിരിഞ്ഞു നോക്കിയപ്പം അവന്മാർ രണ്ടും മതിലിന്റെ മുകളിലിരിക്കുന്നു. താഴെ ഇറങ്ങണ ഏർപ്പാട് മുമ്പിൽ പറഞ്ഞതാ. പോയിടാ പട്ടികളെ എന്നും പറഞ്ഞു അവന്മാർ രണ്ടും ഒറ്റ ചാട്ടം കടന്ന് കളഞ്ഞേമാരെ. എന്നിട്ട് നിങ്ങളെന്തേ മതിലേറെ പിടിക്കാഞ്ഞത്? ആ പെൺസാറിനെ മാനഭംഗപ്പെടുത്തിയ കേസിൽ ഏമാനല്ലേ MLA സാറിനോട് പറഞ്ഞത് ഏത് മതിൽ ചാടുന്നതും നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് അവന്മാര് ചാടിപ്പോകുന്നത് കണ്ടോണ്ട് ഞങ്ങൾ നേരെ പോകുന്നത്. വീട്ടുകളെ എവിടെയെങ്കിലും പോയി ഉടനെ അവർ പിടിച്ചുകൊണ്ടുവരണം. ഇല്ലെങ്കിൽ രണ്ടിനെ ഞാൻ ലോക്കപ്പിലാക്കും. എങ്ങോട്ടാ? ലോക്കപ്പിലേക്ക്. ഏമാനല്ലേ പറഞ്ഞു ഞങ്ങളെ ലോക്കപ്പിലിടുമെന്ന്. യൂസ്ലെസ് ഫെല്ലോ. എവിടെയെങ്കിലും പോയി അവരെ തലച്ചു പിടിക്കും. മോനെ ബാബു, മോൻ ഇതുവരെ ഉറങ്ങിയില്ലോടാ? ഇല്ലപ്പ, അപ്പം വരണ്ടേ? നെയ്യപ്പം ഇന്ന് കിട്ടിയ കാശ് മുഴുവൻ അപ്പം കുടിച്ചു തീർത്തോ? തീർത്തടാ മോനെ. ദേ ഇത്രയും ബാലൻസ് ഉണ്ട്, അത് ഇപ്പൊ തീർത്തേക്കാം. നാളത്തേക്ക് എന്ത് ചെയ്യും? ആകാശത്തിലെ പറവകളെ നോക്കടാ മോനെ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നുമില്ല. നമ്മൾ ആകാശത്തിലല്ല, ഭൂമിയിലാ ജീവിക്കുന്നത്. എന്നാ നാളെ ആരെങ്കിലും ചാവൂടാ മോനെ. നാട്ടുകാർ മുഴുക്ക ചത്താല് അപ്പന് സന്തോഷമാകും.
വാപ്പാ അത്താഴമുണ്ടോ മോളെ, നിന്റെ അച്ഛനും അമ്മാവനും ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ പിറന്നാൾ എത്ര സന്തോഷമായി കൊണ്ടാടിയേനെ. എപ്പോഴും അമ്മ അച്ഛനെയും അമ്മാവനെയും പറ്റി പറയുമല്ലോ. അവരെവിടാണെന്ന് മാത്രം ഇതുവരെ പറഞ്ഞില്ലല്ലോ. അവര് വരും മോളെ. എവിടെയായിരുന്നാലും പടച്ചോനെന്ന് ഒരുത്തനുണ്ടെങ്കിൽ അവര് വരും. അമ്മ സത്യം പറയൂ, അവര് ജീവിച്ചിരിപ്പുണ്ടോ? നമ്മളെ കാണാതെ അവരൊരിക്കലും ചാകത്തില്ല മോളെ. അമ്മ എന്നെ ഏതോ രഹസ്യം മറയ്ക്കുന്നുണ്ട്. ഒന്നുമില്ല മോളെ, നിന്നെ ഞാൻ കഷ്ടപ്പെട്ട് ഈ നിലയിൽ കൊണ്ടുവന്നു. ഇനി എനിക്ക് ഒരാഗ്രഹമേ ഉള്ളൂ. എന്താ അമ്മേ? ഞാൻ മയ്യത്താവുന്നതിന് മുമ്പ് നിന്നെ അവരെ ഏൽപ്പിക്കണം. അവരെ ഒരു നോക്ക് കണ്ടിട്ട് എന്റെ കണ്ണടയണം. അമ്മയുടെ നല്ല മനസ്സ് വേദനിക്കരുത്. എനിക്ക് എന്റെ അച്ഛനും അമ്മയും എല്ലാം അമ്മ മാത്രമാണ്. നമുക്കൊരു ആൺതുണ ഉണ്ടായിരുന്നു മോളെ, നിന്റെ കൊച്ചനെ. എന്റെ സലീം മോൻ നമ്മുടെ വീട് തീ പിടിച്ചപ്പോ അവനത് വെന്ത് മരിച്ചു. കരയാതമ്മേ. എല്ലാം വിധിയാണ്. ആ, നിനക്ക് ബ്ലോക്ക് ഓഫീസിൽ പോകാൻ സമയമായില്ലേ? വരൂ, കാപ്പി കുടിക്കാം. എടി ഗ്രാമസേവികേ, ഇവിടെ വാ. എന്താ? നീ ഈ സ്ഥലത്ത് വന്നത് മുതൽ ഞാൻ നിന്റെ പുറകെ നടക്കും. പക്ഷെ നീ ഒരു അക്ഷരം മിണ്ടുന്ന പോലും ഇല്ലല്ലോ. മിണ്ടത്തക്കൊണ്ടല്ലോ നിങ്ങളുടെ പെരുമാറ്റം. ആ, മനുഷ്യനായ കുറച്ച് നന്ദിയെങ്കിലും വേണം. നിന്നെ ഇങ്ങോട്ട് സ്ഥലം മാറ്റിച്ചത് ഞാനാണ്. ഓഹോ, നിങ്ങൾക്ക് ബ്രോക്കർ ജോലിയാണോ? അല്ല, ഈ സ്ഥലത്തുള്ള എല്ലാ ഓഫീസുകളിലും സുന്ദരികളായ സ്ത്രീകൾ ഉണ്ടായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്. നിങ്ങളാരാ? മഹാരാജാവോ? ആ, എന്ന് തന്നെ വെച്ചോ. എന്റെ അച്ഛൻ എക്സ് MLA ആണ്, എക്സ് മന്ത്രിയാണ്. ഞങ്ങൾ നിശ്ചയിക്കുന്ന ഇവിടെ നടക്കും. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആ നിശ്ചയം നടക്കില്ല. നീ ആരാടി? വിക്ടോറിയ മഹാറാണി? അല്ല, ഒരു സാധാരണ സ്ത്രീ. പക്ഷെ നിങ്ങളുടെ ദൃഷ്ടിയിൽ മാനമായി ജീവിക്കുന്നു എന്നൊരു തെറ്റ് മാത്രം. സാരമില്ല, ആ തെറ്റ് ഞാൻ തിരുത്താം. നമുക്ക് സിനിമയ്ക്ക് പോവാം. എടി കുടുംബാസൂത്രണം, നിനക്ക് ഇനിയും ഞാൻ സമയം തരുന്നു. ഞങ്ങൾ നിങ്ങൾ സഹായിച്ചവരാണ്. ഞങ്ങളെ ഉപദ്രവിക്കരുത്. ഇതാ നിങ്ങളുടെ മകൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഏൽപ്പിച്ചപ്പെട്ടു. നിങ്ങൾ തന്നെ വെച്ചു. പേടിക്കണ്ട, ഞാൻ മരിച്ചുപോയ പ്രഭാകരമേനന്റെ മകനാണ്. അച്ഛൻ കൊല്ലപ്പെട്ട വിവരമറിഞ്ഞ് ഞാൻ ഹോങ്കോങ്ങിൽ നിന്ന് വന്നതാണ്. പോലീസ് സ്റ്റേഷനിൽ പോയി വിവരങ്ങളെല്ലാം അറിഞ്ഞു. കൊല നടന്ന സ്ഥലത്ത് വന്നാൽ കൊലപാതകളെ കുറിച്ച് എന്തെങ്കിലും തെളിവുകൾ കിട്ടുമെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ പേര്? രാജേഷ്. ഇതാ നിങ്ങളുടെ അച്ഛൻ ഞങ്ങളെ ഏൽപ്പിച്ചപ്പെട്ടിയാണ്. വച്ചോളൂ. ഞാൻ രാമു. ഞാൻ ബാപ്പുട്ടി. ഇനി നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. വായിക്കാമോ? നിങ്ങൾ? എന്റെ പേര് ഉഷ. എന്താ കരയുന്നത്? എന്റെ അച്ഛൻ മരിച്ചു. ശവം അടയ്ക്കോ?
അച്ഛൻ അറിയുമോ? ഇല്ല. ആരെങ്കിലും മരിക്കുമോ എന്ന് കാത്തിരിക്കുകയാണ് ഞാനും എന്റെ അപ്പനും. എന്തിന്? ശവം എടുത്തുകൊണ്ട് പോകുമ്പോ ബാൻഡ് വായിക്കാൻ. അപ്പോ നിങ്ങൾ? ബാബു, ബാൻഡ് മാസ്റ്റർ എസ്തപ്പാന്റെ മകൻ. ഉഷയ്ക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. സോഡ. എന്തായി ആ ജയിൽ ചാടിയവരുടെ കാര്യം? അവന്മാർ നമ്മുടെ ധൂമകേതുവായിട്ട് വന്നിരിക്കുകയാണ്. ഈ പ്രദേശത്ത് എവിടെയുണ്ടെങ്കിലും അവന്മാരുടെ കഥ കഴിക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പേ കഥ കഴിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ കുടുംബം തകർത്ത ഒരുത്തരെയും വെച്ചേക്ക്. Hands up. Don't move. ഗുഡ്. ശരി, നിന്നെയൊക്കെ വെറുതെ വിട്ടാൽ ആപത്താണ്. അവൾ ആളല്പം ഗമയാണ്. അവളെ ശരിക്കും കാരണം കേട്ടോ. ഗുഡ് മോർണിംഗ് ചേച്ചി. ആ ബാബു, ഗുഡ് ഈവനിങ്. നീ വീട്ടിലേക്ക് ഇപ്പൊ വരുന്നില്ലല്ലോ. വെരി വെരി ബിസിയാ ചേച്ചി. ആളുകൾ ചറ പറയാൻ ചാവുന്നു. ഇവനായിരിക്കും ദേവിയുടെ സെയിൽസ്മാൻ. എന്താ കാര്യം? നിസാരം. കൊള്ളാമല്ലോടാ കൊച്ചിനെ. നീ കൊള്ളാമല്ലോടാ കൊച്ചിനെ. എന്തിനാ വേണ്ടി ഓടിച്ചത്? ഗ്രാമസേവി ചേച്ചി അവന്മാർ ചീത്ത പറഞ്ഞു. ഏതാ? ബാൻഡ് മാസ്റ്റർ എസ്തപ്പന്റെ മകൻ ബാബു. ഓ, അപ്പോഴും താഴെ. ആ മൂത്തവര് പറഞ്ഞ കേക്ക് വഴി താഴെയിട്. എടാ, നീ എന്തിനാ അവരെ തല്ലിയത്? ചേച്ചി ചീത്ത പറഞ്ഞ പിന്നെ തല്ലാ വെക്കുമോ? ഇതാണ് ഗ്രാമസേവി ചേച്ചി. നമസ്കാരം. ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട് കിട്ടിൽ കൊള്ളാമായിരുന്നു. വീടോ? ആ പള്ളിയുടെ അടുത്ത് ഒരു ടീച്ചറിന്റെ വീട് ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഓ, നമ്മുടെ അന്നമ്മ ടീച്ചറിന്റെ വീട്. ആ, എനിക്കറിയാം. പക്ഷെ ഒരു ഫാമിലിക്ക് കൊടുക്കൂ. ഫാമിലിക്കിപ്പോ ഫാമിലി ഉണ്ട്, ഫാമിലി ഉണ്ട്, ഫാമിലി. എന്നാ തരും. ബാബു, നീ കൂടെ ചെല്ലേ. വരട്ടെ. വലിയ ഉപകാരം. വരൂ. ഫാമിലിക്കിപ്പോ എവിടെ പോവും? ശരിടാ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് ബാബു. എന്താ? ഈ വീട് വാടകയ്ക്ക് കൊടുക്കുമെന്ന് കേട്ടു. ആർക്കാണ്? ഞങ്ങൾക്കാണ്. നമ്മുടെ ബ്ലോക്ക് ഓഫീസിൽ ചേച്ചി പറഞ്ഞയച്ചതാ. നല്ല പാർട്ടിയാ.
വീട് തരാം, പക്ഷേ ഇന്ന ജാതിക്ക് വീട് കൊടുക്കുന്നുണ്ടോ? ഏയ്, ഏത് ജാതിയായിരുന്നാലും നല്ല മനുഷ്യരായിരുന്നാൽ മതി. വളരെ സന്തോഷം. പിന്നെ ഒരു കാര്യം, ഞാൻ ഫാമിലിക്ക് വീട് കൊടുക്കുള്ളൂ. ഞങ്ങൾ ഫാമിലിയുമായിട്ട് വന്നിരിക്കുന്നത്. ഓഹോ, ആ 150 രൂപ വാടക തരണം, 3 മാസത്തെ അഡ്വാൻസും. സമ്മതിച്ചു. മച്ചാ, ഇത്തത്തെയും കൂടി വന്നോളൂ. പാത്തുമ്മ, പതുക്കെ പതുക്കെ, ഗർഭിണിയാ, സൂക്ഷിച്ചോ. പാത്തുമ്മ നടന്നോ, പതുക്കെ പതുക്കെ പൊയ്ക്കോളൂ. അങ്ങനെ. പാത്തുമ്മ, പതുക്കെ. പാത്തുമ്മ, പടി പടി. അയ്യോ, നമ്മളെന്നെ പേടിക്കും. പിടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കെട്ടിയോളാ പാത്തുമ്മ. എന്താ ഈ കുപ്പായിട്ടിരിക്കുന്നത്? അത് നമ്മുടെ ജാതിക്ക് പതിവാ. വീട്ടിനകത്തായാലും കോശായിട്ടേ ഇരിക്കൂ. നീ എന്താടി വല്ലാണ്ട് നിക്കണത്? നിനക്ക് ഏനക്കേട് വല്ലതും ഉണ്ടാ? അടി വയറ്റിന് ഒരള്ളിപ്പെടുത്തു. അല്ലോ, ചതിച്ചാ. ഭാര്യ ഗർഭിണിയാണല്ലേ? അതെ, അതുകൊണ്ട് ആശുപത്രിക്ക് അടുത്തുള്ള ഈ വീട് തന്നെ നമ്മൾ നോക്കിയത്. പാത്തുമ്മ മുമ്പ് പ്രസവിച്ചിട്ടില്ലേ? ഇല്ല, ഇത് കടിഞ്ഞൂല. നിക്കാഹ് കഴിഞ്ഞിട്ട് മരുന്നും മന്ത്രമൊക്കെ ആയി വർഷം 20 കഴിഞ്ഞു. പക്ഷേ തക്കാവ് പള്ളിയിലൊരു നേർച്ച നേർന്നപ്പോഴാ ഇവർക്ക് പള്ളയിലായത്. അപ്പൊ സൂക്ഷിക്കണം, വളരെ ആയാസമുള്ള പണി ഒന്നും ചെയ്യിക്കരുത്. അതൊക്കെ ചെയ്യാൻ ഞമ്മളില്ലേ? അകത്തേക്ക് വിളിച്ചോണ്ട് പോയിക്കോളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി, ഞാൻ അപ്പുറത്തെ മുറിയിലുണ്ടാവും. പാത്തുമ്മ, അച്ഛാ, ഞങ്ങൾ പോയി സാധനങ്ങളൊക്കെ നിങ്ങൾ എടുത്തു. വെക്കണേ. ബാബു, നമ്മളെ ഒന്ന് താങ്ങിക്കോളൂ. ഗർഭം വേണ്ടാന്ന് നമ്മൾ അപ്പോഴേ പറഞ്ഞതാ. ബാപ്പുട്ടി, എത്ര നാളെ കൊടുത്തു ചെയ്ത് ഇങ്ങനെ കഴിയും? എന്ത് ചെയ്യും? നമുക്ക് ആ KVKയുടെ കണ്ണിൽപ്പെടാതെ താമസിക്കാൻ ഒരു സ്ഥലം വേണ്ടേ? കഴിയുന്നതും വേഗം ആ ടീച്ചറെ ചാക്കിട്ട് പിടിക്കും, അല്ലെങ്കിൽ ഇതൊന്നും ഊരിയെടുക്കാൻ പറ്റില്ല. ആ ഗ്രാമസഭ വരുന്നുണ്ട്. ഓടിക്കോ. വന്നാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ വീടിന് ശുപാർശ ചെയ്യാനാ വന്നത്. അതിനു മുൻപ് നിങ്ങൾ താമസവുമായി. ഫാമിലി ആയിട്ട് വന്നുകൊണ്ട് ഉടനെ വീട് കിട്ടി. ഇതാണ് നമ്മുടെ കെട്ടിയോള് പാത്തുമ്മ, ഗർഭിണിയാ. ഓഹോ, ഗർഭിണിയാണോ? എന്നാ നിങ്ങളൊന്ന് അപ്പുറത്തേക്ക് പോണം. ഞാൻ പാത്തുമ്മയോടൊന്ന് സംസാരിക്കട്ടെ. പാത്തുമ്മ, നിന്റെ കണ്ടീഷനും കൂടി ഓർമ്മിച്ചിട്ട് വേണം വർത്താനം പറയാൻ. അയ്യോ, നമ്മുടെ കണ്ടീഷൻ. ആ, നിങ്ങളും പോണം. പാത്തുമ്മയ്ക്ക് എത്ര വയസ്സായി? 45. ഇതേതാ മാസം? അത് കെട്ടിയവനെ അറിയാവൂ. ആ പകയനെന്നെ ഈ അനങ്ങാൻ വയ്യാത്ത പരുവത്തിലാക്കി. അങ്ങനെ ശപിക്കരുത്. വിവാഹമായാൽ ഗർഭം ഉണ്ടാവും, കുട്ടികളുണ്ടാവും. അല്ലോ, ആട്ടെ, ഇപ്പൊ പ്രത്യേകിച്ച് അസുഖം വല്ലതുണ്ടോ? ശരീരം മുഴുക്കനും ഇടിച്ചു ഞുറുക്കണ വേദനയാ. അല്ലോ, ഇവിടെ വല്ല വേദനയുണ്ടോ? ഇല്ല. ഇവിടെയോ? അന്നമ്മ ടീച്ചറുടെ വീട്ടിലാണല്ലേ താമസം? അതേ മുതലാളി, ആ ഗ്രാമസേവിക അവർക്ക് വീടെടുത്ത് കൊടുത്തതെന്ന് തോന്നുന്നു. അവൾക്ക് ഇവരുമായിട്ട് എന്താണ് ബന്ധം? എന്തോ അറിയില്ല, കൂടെ ഒരു പുതിയ ആളുമുണ്ട്. അതാരാ? ആരെന്ന് മനസ്സിലായില്ല, ചെറുപ്പക്കാരനാ. സാറ് കുറെ നേരം കൊണ്ട് നിൽക്കുന്നല്ലോ, എന്തോ വേണം? ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വേണം. ഓരോന്നും കൂടെ പറഞ്ഞാട്ടെ സാറേ. അതിപ്പോ അറിഞ്ഞൂടാ എങ്ങനെയാ പറയുന്നത്. ഭാഗ്യം. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ വേണമെന്ന് പറയണം സാറേ. ഇവർക്ക് വേണ്ട സാധനങ്ങൾ ആദ്യം കൊടുത്തേക്ക്. ലേഡീസ് ഫസ്റ്റ്. എന്ത് വേണം? പാതി ബ്രെഡ് വേണം. പാതി മുറിച്ചിവിടെ കൊടുക്കില്ല, പാതി ഞാൻ എടുത്തോളാം. ഇനി എന്തൊക്കെയാ വേണ്ടത് പറയണം. 1 കിലോ ചേന, എനിക്ക് 1 കിലോ ചേന, 1/4 കിലോ പച്ചമുളക്, 1/4 കിലോ പച്ചമുളക്, 2 മുരിങ്ങയ്ക്ക, 2 മുരിങ്ങയ്ക്ക, 1/4 കിലോ തക്കാളി, 1/4 കിലോ തക്കാളി, 2 സ്ലൈഡ്, 1 റിബൺ. 1/4 കിലോ സ്ലൈഡ്, 1/4 കിലോ റിബൺ. മിസ്റ്റർ, ഞാൻ ചോദിക്കുന്ന സാധനങ്ങളല്ല നിങ്ങളും ചോദിക്കണല്ലോ. ക്ഷമിക്കണം, പുതിയതായി കുടുംബം നടത്തുകയാണ്. കൂട്ടാൻ വയ്ക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ട സാധനങ്ങൾ ഞാൻ ആവശ്യപ്പെട്ടു.
ഈ റിബണും സ്ലൈഡും കൂട്ടാൻ വയ്ക്കാനാണോ? ഗ്രാമസേവികയല്ലേ, വല്ല പുതിയ പാചകവുമാണെന്ന് കരുതി. റിബൺ കുറുമ, സ്ലൈഡ് തോരൻ. പിന്നെ ഗ്രാമസേവിക ആയതുകൊണ്ട് ചോദിക്കുകയാണ്, പരിചയം കാണുമല്ലോ, എങ്ങനെയാ വെക്കുന്നത്? എന്താ പറഞ്ഞത്? അയ്യോ, തെറ്റിദ്ധരിക്കരുത്. ഇതെല്ലാം കൂട്ടാൻ വെക്കുന്നത് എങ്ങനെയെന്ന്. എന്നാലേ തൽക്കാലം നിങ്ങളുടെ വീട്ടുടമസ്ഥയോട് പോയി ചോദിക്കണം എങ്ങനെയാ വെക്കുന്നതെന്ന്. തെറ്റിദ്ധരിക്കണ്ട, കൂട്ടാൻ വെക്കുന്നത്. 3 രൂപ 50 പൈസ. ഇതാ ബാക്കി. ഗുഡ് മോർണിംഗ് മാഡം. ബാബു ഓക്കെ? വല്ലതും പറ്റിയോ? പറ്റിയത് എനിക്കല്ല, എസ്തപ്പൻ ആൻഡ് സൺസിനാണ്. കണ്ടില്ലേ, ദേ തലകുത്തി കിടക്കുന്നത്. വേദന വല്ലതുണ്ടോ? ഏയ് ഒന്നുമില്ല, വെറുതെ ഒരു സമ്മർ സോൾട്ട്. കാറിന്റെ പുറത്തല്ല സമ്മർ സാൾട്ട്. ഞാൻ ഈ വേല കാണിച്ചില്ലെങ്കിൽ കുമാരി ഉഷ ഇപ്പൊ ലോക്കപ്പിൽ. അതെങ്ങനെ? നാളത്തെ പത്രത്തിൽ വെണ്ടയ്ക്ക, ഭയങ്കരമായ കാർ അപകടം, ആള് സംഭവ സ്ഥലത്ത് ക്ലോസ്. KVKയുടെ പ്രിയപുത്രി എസ്തപ്പൻ സൺസിനെ കാറ് കയറ്റി കൊന്നിരിക്കുന്നു. അല്ല, ബാബു മരിക്കാൻ കാത്തു കിടക്കാണോ? ആര് മരിച്ചാലും ഞങ്ങൾക്കൊരു ചാൻസ് കിട്ടും. 250 മണീസ്. എന്നാ ഞാൻ മരിക്കാം. അത് വേണ്ട, ഈ ലോകത്ത് വേറെ ആരൊക്കെ മരിച്ചാലും ഉഷ മരിക്കരുത്. എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ? എടീ കുടുംബാസൂത്രണം, നീ ഇവിടെ ജീവിക്കാൻ വന്നോ അതോ ഞങ്ങൾ എതിർക്കാൻ വന്നോ? കുറച്ചുകൂടി മര്യാദയിൽ സംസാരിച്ചാൽ കൊള്ളാം. ആ അന്നമ്മ ടീച്ചറിന്റെ വീട് നീ ആർക്കാ ശുപാർശ ചെയ്ത് കൊടുത്തത്? ആരോ വീട് ആവശ്യപ്പെട്ടു വന്നവർക്ക്. അവര് ജയിൽ ചാടി വന്ന കൊലപ്പുള്ളികളാണെന്ന് നിനക്കറിയാമോ? അവര്? അതെ. അവർക്കും നിനക്കുമായി എന്താ ബന്ധം? ലവോ സെക്സോ അതോ ഫാമിലി പ്ലാനിങ്ങോ? സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ലോക്കപ്പിലാക്കും. ഞാൻ പറയാം, അവരുടെ കൈവിടണം. ഇവൻ നിന്റെ ആരാടി? അതും ഞാൻ പറഞ്ഞുതരാം, കൈവിടണം. ശരി, ഒരു സ്ത്രീയുടെ മുമ്പിൽ വെച്ച് നമ്മൾ വഴക്കുണ്ടാക്കുന്ന നാണക്കേടാണ്. അത് ഈ ബ്ലോക്ക് ഓഫീസിന്റെ മുമ്പിൽ വെച്ച് നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. ആശിലേ, ഈ പെട്ടിയൊന്ന് സൂക്ഷിച്ചോളേ, ഞാൻ ഇപ്പൊ വന്നേക്കാം. ആ സാർ വന്നട്ടെ. ആ ഇനി പറഞ്ഞോട്ടെ, സാറിന് എന്തൊക്കെയാ അറിയേണ്ടത്? നീ ആരാടാ? ഞാനോ? ഞാൻ ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ ഞാൻ ആരാണെന്ന്. ഇനി നമ്മൾ ആരാണെന്ന് ഇവനെ മനസ്സിലാക്കി കൊടുക്കണം. കേറാശാനെ ആ കൈ പിടിച്ച് എങ്ങനെ ഇരിക്കുന്ന എന്റെ ആശാന്റെ അടിയുടെ ഊക്ക്. അയ്യോ,
നിർത്താനാ പറഞ്ഞത്. എന്തായാലും ചുമ്മാ നീ വീട്ടിലേക്ക് പോകാനാ പറഞ്ഞത്. എന്തായിരുന്നു കുഞ്ഞെ വഴക്ക്? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പിന്നെ മകനോട് കുറച്ചുകൂടെ മര്യാദയ്ക്ക് നടക്കാൻ പറയണം. അവനൊരു വഴക്കാളിയാ. കുഞ്ഞേതാ? ഞാനീ നാട്ടുകാരനല്ല. ഇതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. എന്റെ മുഖച്ചായയിൽ അമ്മ വേറെ ആരെങ്കിലും കണ്ടു കാണും. അതും ശരിയായിരിക്കും. കുഞ്ഞ് നടന്നൊക്കെ മറന്നേക്കണം. ഞാനിത് എപ്പോഴും മറന്നു കഴിഞ്ഞമ്മേ. ഞാൻ വരട്ടെ. ശരിയമ്മേ. വാമോ. ഈ വിജനമായ സ്ഥലം പോലെ എന്റെ മനസ്സ് വിജനമാണ്. ഉടമസ്ഥന് സമ്മതമാണെങ്കിൽ കുടിയേറി താമസിക്കാൻ ആള് കാണും. പക്ഷെ ആ മാൻപേട അതിർത്തിയിൽ വന്ന് എത്തി നോക്കുന്നതേ ഉള്ളു. അകത്തേക്ക് കിടക്കണ്ടേ? ഇഷ്ടപ്പെട്ടെങ്കിൽ അതിർത്തി ലംഘിക്കാമല്ലോ. ഇനി ഇത് വളച്ചു കെട്ടണ്ട. വരാം, താമസിക്കാം. പാട്ടമോ ഒറ്റയോ? രണ്ടുമല്ല, ജന്മം. അപ്പോൾ ഈ ജീവിതം മുഴുവൻ? ഇനിയൊരു ജീവിതമുണ്ടെങ്കിൽ അതിലും. ഇയാളെന്നെ കയറി പിടിക്കാൻ വരുന്നു. എമ്മാടി അവൻ ഓടിക്കളഞ്ഞു. കുഞ്ഞെന്തിനാ ഇതുവഴി വന്നത്? ഇതൊരു എളുപ്പ വഴിയാ. ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പം അവനെന്നെ കയറി പിടിച്ചു. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ? ആ, സാരമില്ല. കുഞ്ഞിന് വീട്ടിലാരുമില്ലേ? അമ്മ മാത്രമേ ഉള്ളൂ. വളരെ ഉപകാരം. ഞാൻ വരട്ടെ. നിൽക്ക. കുഞ്ഞിന് തനിച്ച് വീട്ടിൽ പോണ്ട, ഞങ്ങൾ ഉണ്ടാക്കാം. വരൂ വരൂ. ഇതാണ് എന്റെ വീട്. ഇനി കുഞ്ഞകത്തേക്ക് പൊയ്ക്കുള്ളൂ. അകത്ത് വന്നാൽ അമ്മയെ കൂടെ ഒന്ന് കണ്ടോണ്ട് പോകാം. ഇനി ഒരു ദിവസം ആകട്ടെ കുഞ്ഞ്. മേലാൽ വെളിയിലൊക്കെ പോകുന്നത് സൂക്ഷിച്ചു വേണം. ആരാ മോളെ? എന്ത് എന്ത്? എന്നെ പഠിച്ചോനെ, ഈ ജന്മത്തിന് നിങ്ങളെ കാണുമെന്ന് വിചാരിച്ചില്ല. എന്റെ പൊന്നെ, നിങ്ങളൊന്ന് കണ്ണു നിറയെ കണ്ടോട്ടെ. നിങ്ങൾ കേടാത്ത സ്ഥലങ്ങളില്ല, അനുഭവിക്കാത്ത വേദനയുടെ ഇല്ല എനിക്ക്. ചേട്ടാ, ഇതാരാണെന്നറിയാമോ? ചേട്ടന്റെ മോള് ഷീല. എന്റെ മോളോ? എന്റെ മോള് ഷീല? അതെ ചേട്ടാ, ഷീല, ഇതാണ് നിന്റെ അച്ഛൻ. മോളെ, എന്റെ പൊന്നു, നീ എത്ര വളർന്നു പോയി മോളെ. ഇത്ര നാളും അച്ഛനും അമ്മാവനും ഞങ്ങളെ വിട്ടിട്ട് എവിടെ പോയിരുന്നു? മോളോട് പറയാൻ പാടില്ലാത്തൊരു സ്ഥലം. ജയിലിലാണോ അമ്മാവ? അല്ല, ഇനി നിന്നെ എന്തിനു മറയ്ക്കുന്നു? ഞങ്ങൾ ഭ്രാന്താശുപത്രിയിലായിരുന്നു. ഭ്രാന്താശുപത്രിയിലോ? അതെ മോളെ, ഞങ്ങളെ ഭ്രാന്തരാക്കി അയച്ചതാണ്. ഐഷേ, സലീം എവിടെ? അകത്താണോ? മോനെ സലീം, ബാപ്പ വന്നടാ, ഓടി വാ. എന്താ സലീം, എന്റെ മോനെവിടെ? പറയൂ. നമ്മുടെ മോൻ തിരക്ക് തീ പിടിച്ചപ്പോ മരിച്ചുപോയി. രാമു, എന്റെ സലീം നമ്മളെ വിട്ടു പോയടാ. അവനെ ഒരു നോക്ക് കാണാൻ ഞാൻ കൊതിച്ചു കാത്തിരുന്നതാണ്.
കരയാതെ ബാബു, കരയാതെ. സാറേ, നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ആ ടീച്ചറിനെ പിടിച്ച് ആരൊക്കെ തല്ലുന്നു. എന്താ ഇത്? ടീച്ചർ വേഗമാട്ടെ. ഇതെന്ത് പറ്റി ടീച്ചർ? ഞാൻ ചത്തുപോകും കുഞ്ഞ്. അവരെന്നെ ഒത്തിരി തല്ലി. ആര്? ആ മുതലാളിയുടെ മോനും 2-3 പേരും കൂടി വന്ന് നിങ്ങൾ എന്തിനാണ് ഇവിടെ താമസിക്കുന്നതെന്നും ഇങ്ങോട്ട് പോയെന്നും ഒക്കെ ചോദിച്ചു. എന്നിട്ട് എനിക്കറിയാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. അവരത് വിശ്വസിച്ചില്ല. എല്ലാരും കൂടെ എന്നെ തല്ലി. നിവൃത്തിയില്ലാതെ വന്നപ്പം നിങ്ങൾ ആ ഗ്രാമസേവികയുടെ വീട്ടിൽ കാണുമെന്ന് ഞാൻ പറഞ്ഞു. എന്നെ ആശുപത്രിയിൽ രാമു, നീ ടീച്ചർ നോക്കിക്കോളൂ. ഐഷയും ഷീലയും ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. കാണണമെങ്കിൽ പഞ്ചവൻ കാട്ടിൽ വരിക. സുഹൃത്തുക്കളെ, ഹോങ്കോങ്ങിൽ നിന്നും വന്നിരിക്കുന്ന മേനോൻ മുഹമ്മദ് കമ്പനിയുടെ ഡയറക്ടേഴ്സിന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കമ്പനി ഡയറക്ടർ മിസ്റ്റർ മേനോൻ.
കമ്പനി ഡയറക്ടർ മിസ്റ്റർ മുഹമ്മദ്. ഇവരുടെ വളർത്തുമകനായ ബോബി. ലേഡീസ്, ജെന്റിൽമെൻ, സഹോദരികളെ, സഹോദരന്മാരെ, ഭായിയോ, ബഹനോ, തായ്മാർകളെ, സ്വന്തമാറുകളെ, ഞങ്ങളുടെ PA രാജേഷ് ഞങ്ങൾക്ക് വേണ്ടി അയച്ച ക്ഷണക്കത്ത് സ്വീകരിച്ച് ഇവിടെ വന്ന് നിങ്ങൾക്ക് ഞങ്ങളുടെ നന്ദി. നമ്മൾ ഹോങ്കോങ്ങിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഈ സ്ഥലത്തെ വലിയ വലിയ മനുഷ്യരുമായിട്ട് ചേർന്ന് കൂട്ടു ബിസിനസ് നടത്താൻ കൊണ്ടിട്ടാണ്. പ്രത്യേകിച്ചും ഈ നാട്ടിലെ വീരവൃന്താളനായ നിങ്ങൾ കടുവ എന്ന് പറയുന്ന AVK പോലുള്ള ആളുകളുമായി ബിസിനസ് നടത്താൻ അതിനു വേണ്ടി ഹോങ്കോങ്ങിൽ നിന്ന് വന്ന 2 കിടവുകളാണ് ഞങ്ങൾ. അകത്ത് കിടന്നിട്ടും തോന്നില്ല. ഓ, അല്ല പൂച്ച മറ്റേ ആയിരിക്കും. ഒന്നങ്ങോട്ട് പോയി നോക്ക്. മോളെ, എന്താണ് ചെറിയച്ഛൻ എന്താ നോക്കുന്നത്? ഒന്നുമില്ല. നീന്റെ വാതിലടക്കായിരുന്നു. ഞാൻ വായിച്ചു കിടന്നുറങ്ങിപ്പോയി. ശരി, വാതിലടച്ച് കിടന്നുറങ്ങിക്കോളൂ. വരും. ബാബു, ഇത് 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 ഇതാ എന്റെ ആഭരണങ്ങളാണ്. മേലാൽ കള്ളന്മാരെയും കൂട്ടിക്കൊണ്ട് മോഷ്ടിക്കാൻ പോകരുത്. കുഞ്ഞെ, ബാബു എന്നെ സഹായിക്കാൻ വന്നതാണ്. എന്റെ ഭാര്യയും കൂട്ടുകാരന്റെ മകളെയും ഇവിടുത്തെ മുതലാളി എവിടെ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. അത് കണ്ടുപിടിക്കാനാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ ആരും ഇവിടെ ഇല്ല. ചെറിയച്ഛനാണെന്ന് വിചാരിച്ച് കുഞ്ഞ് സത്യം മറക്കരുത്. സത്യമായി എനിക്കറിഞ്ഞൂടാ. മുതലാളിക്ക് വേറെ രഹസ്യ സ്ഥലങ്ങൾ വല്ലതും ഉണ്ടോ സൂക്ഷിക്കാൻ? എനിക്കറിയില്ല. അച്ഛാ, എന്താടാ? ആരെയും കണ്ടില്ല. ഒരു ജനൽ തുറന്നു നടന്നു, ഞാൻ അടച്ചു. നീ പോയി കിടന്നോ. പേടിക്കണ്ട, ഞാൻ നിങ്ങളെ പുറകുവശത്ത് വാതിൽ കൂടി കൊണ്ടുവിടാം. വരൂ. എവിടെടി രാമുവും ബാപ്പുട്ടി? ഞങ്ങൾക്കറിയില്ല. സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ ആയുസിൽ ബാപ്പുട്ടിയെ കാണില്ല. നിന്റെ കാമുകനല്ലേ അത് ഞാൻ കണ്ടത്? അവരാരെ? എനിക്ക് അറിഞ്ഞൂടാ. കള്ളം പറയുന്നു. എടാ, ഇവരോട് ഇങ്ങനെയൊന്നും ചോദിച്ചാൽ സത്യം പറയില്ല. മത്തായി, ബോസ് ഇവരെ കൊണ്ട് സത്യം പറയിപ്പിക്കണം. ഇവരുടെ മരണവിളി എനിക്ക് പുറത്ത് കേൾക്കണം. യെസ് ബോസ്.
പരസ്യപ്പെടുത്തിയനുസരിച്ച് ഈ സ്ഥലത്തുള്ള 9 മദ്യഷാപ്പുകൾ ഒരുമിച്ച് ലേലം വിളിക്കുകയാണ്. നിരതദ്രവ്യം കെട്ടിവെച്ചിട്ടുള്ളവർക്കെല്ലാം ഇതിൽ പങ്കെടുക്കാം. 25 ലക്ഷം മുതൽ തുടങ്ങിക്കൊള്ളൂ. 25 ലക്ഷം 25 ലക്ഷം 25 ലക്ഷത്തി 20,000 25 ലക്ഷത്തി 20,000 25 ലക്ഷത്തി 50,000 25 ലക്ഷത്തി 50,000 25 ലക്ഷത്തി 75,000 25 ലക്ഷത്തി 75,000 26 ലക്ഷം 30 ലക്ഷം മിസ്റ്റർ KVK 30 ലക്ഷം മിസ്റ്റർ KVK 30 ലക്ഷം 30 ലക്ഷം ഒരു തരം 30 ലക്ഷം രണ്ടു തരം. ലേലം സ്ഥിരപ്പെടുത്തരുത്, ഞങ്ങൾ കൂടെ ഉണ്ട്. മിസ്റ്റർ മേനോൻ ആൻഡ് മുഹമ്മദ്. മരണം ഇരിക്കണം. 35 ലക്ഷം 35 ലക്ഷം 35 ലക്ഷത്തി 5,000 36 ലക്ഷം 37 ലക്ഷത്തി 50,000 40 ലക്ഷം 41 ലക്ഷം 45 ലക്ഷം 45 ലക്ഷത്തി 25,000 50 ലക്ഷം മിസ്റ്റർ മേനോൻ ആൻഡ് മുഹമ്മദ്. 50 ലക്ഷം ഒരു തരം 51 ലക്ഷം 60 ലക്ഷം മിസ്റ്റർ മേനോൻ ആൻഡ് മുഹമ്മദ്. 60 ലക്ഷം 60 ലക്ഷം 60 ലക്ഷം ഒരു തരം 60 ലക്ഷം രണ്ടു തരം. വരട്ടെ. ഇത്രയും കാലം ഈ നാട്ടിലെ ഷാപ്പുകൾ ഞാനില്ലാതെ മറ്റാരും വിളിച്ചെടുത്തിട്ടില്ല. ഏതോ അന്യനാട്ടിൽ നിന്ന് വന്നവർക്ക് വേണ്ടി ഞാൻ വിട്ടുകൊടുക്കില്ല. 65 ലക്ഷം മിസ്റ്റർ KVK. 65 ലക്ഷം 65 ലക്ഷം ഒരു തരം 80 ലക്ഷം 80 ലാഖ് മിസ്റ്റർ മേനോൻ ആൻഡ് മുഹമ്മദ്. 80 ലക്ഷം 80 ലക്ഷം ഒരു തരം 80 ലക്ഷം രണ്ടു തരം. ലേലം സ്ഥിരപ്പെടുത്താൻ പോകുന്നു. 80 ലക്ഷം മൂന്ന് തരം. ഗുഡ് മോർണിംഗ്. എന്ത് വേണം? മിസ് മേനോൻ മുഹമ്മദ് വരണം. Yes, come in. എന്താ വന്ന കാര്യം? ഈ റേഞ്ചിലെ ഷാപ്പുകളല്ല ഞങ്ങളാണ് പതിവായി ലേലത്തിൽ പിടിക്കാറുള്ളത്. ഇപ്രാവശ്യം ഞങ്ങൾ പിടിച്ചു. ഇത് ഞങ്ങളുടെ ഒരു പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. ഓഹോ, എന്താ ഈ ഷോപ്പിൽ ഇത്രമാത്രം താല്പര്യം? ഇതിനോട് ചേർന്ന പല ബിസിനസ്സുകളും ഞങ്ങൾക്കുണ്ട്. ഷാപ്പുകൾ പോയാൽ ഫാക്ടറികൾ മൂടേണ്ടി വരും. മിസ്റ്റർ KVK, നിങ്ങൾക്കുള്ള പോലെ പല ബിസിനസ്സുകളും ഞങ്ങൾക്കുമുണ്ട്. നിങ്ങൾ സ്പിരിറ്റ് ബിസിനസ് ചെയ്യണം, നമ്മൾ ഡയമണ്ട്സ് ബിസിനസ് ചെയ്യണം. ഇത്രയുള്ള വ്യത്യാസം. നമ്മൾ പാർട്ട്നേഴ്സ് ആയാൽ ഭാവിയിൽ പല പുതിയ ബിസിനസ്സുകളും നമുക്ക് ഒരുമിച്ച് നടത്താം. ഈ ഷാപ്പ് ഞങ്ങൾക്ക് വിട്ടു തരണം. വേണമെങ്കിൽ 1-2 ലക്ഷം രൂപ ലാഭം തന്നേക്കാം. ഞമ്മക്ക് വേണ്ടത് ഫ്രണ്ട്ഷിപ്പാണ്, ലാഭമല്ല. അതായത് ബിസിനസ് ആൻഡ് ഫാമിലി ഫ്രണ്ട്ഷിപ്പ്. താങ്ക് യു. മിസ് മേനോൻ മുഹമ്മദ്, നിങ്ങളെപ്പോലെ ഇത്ര നല്ല സുഹൃത്തുക്കളെ കാണാൻ സാധിക്കുകയാണ് ഞങ്ങളുടെ ഭാഗ്യം. ഇനിയല്ലേ പലതും കാണാൻ പോകുന്നത്. നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഫാക്ടറിയിലും വീട്ടിലും വരണം. സന്തോഷം. നിങ്ങളെ വിളിച്ചില്ലേലും നമ്മൾ വരും. എങ്കിലല്ലേ നിങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഷാപ്പുകൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള പേപ്പറുകൾ ഞാൻ ഇങ്ങോട്ട് കൊടുത്തയക്കാം. വേണ്ട, നമ്മുടെ മകൻ ബോബിന് അങ്ങോട്ട് അയക്കാം. സെക്രട്ടറി സുലാൽഫിൻ ബോബി. ഗുഡ് മോർണിംഗ് മാഡം. ഹലോ, ചെറിയ അറിയില്ലേ? ഹോങ്കോങ്ങിൽ നിന്നും വന്നിട്ടുള്ള മേനോൻ ആൻഡ് മുഹമ്മദിന്റെ വളർത്തുമകനാ ബോബി. ഇതിന്റെ ചെറിയമ്മ. ഐ സീ. ഗുഡ് മോർണിംഗ് സ്മോളമ്മേ. ചെറിയമ്മേ, ബോബി നന്നായിട്ട് ഡാൻസ് ചെയ്യും. അന്ന് റിസപ്ഷന് വന്നില്ല അല്ലേ? ഞാൻ അങ്ങനെ പുറത്തൊന്നും പോകാറില്ല കുഞ്ഞ്. ഹോങ്കോങ്ങിൽ എപ്പോഴും എല്ലാരും പുറത്താണ്. കുഞ്ഞ് എന്തിനാ വന്നത്? എനിക്ക് മിസ്റ്റർ KVK ഒന്ന് കാണണം. ആഹാ, അദ്ദേഹം ഔട്ട് ഹൗസിലുണ്ട്. ഞാൻ വിളിക്കാം. പ്ലീസ്. എക്സ്ക്യൂസ് മീ, പേര് ഞാൻ മറന്നു. ഉഷ.
ഉഷ ഉഷ. നിങ്ങളുടെ ഇന്ത്യയിൽ ഏതോ തയ്യൽ മെഷീനും ഇതേ പേരുണ്ടെന്ന് കേട്ടു. ഓ, എത്ര മനോഹരമായ സ്ഥലം. ഇതാദ്യം കാണുകയായി. ഹോങ്കോങ് മുഴുവൻ കടലാണ്. അപ്പോ നിങ്ങളൊക്കെ വെള്ളത്തിലാണോ താമസം? അല്ല, ഒരു വലിയ കപ്പലിൽ. ഒറ്റയ്ക്കോ? നോ, ഭാര്യയും 3 കുട്ടികളുമുണ്ട്. ഈ ലോകത്ത് വേറെ ആരൊക്കെ മരിച്ചാലും ഉഷ മരിക്കരുത്. ബാബു ഏത് വശത്ത് വന്നാലും ഞാൻ തിരിച്ചറിയും. എന്തിനാണ് ഈ നാടകം? ഇനി കാണുമ്പോൾ എല്ലാം തുറന്നു പറയാം. നിന്റെ ചെറിയച്ഛൻ വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് മിസ് ബോബി. ഗുഡ് മോർണിംഗ് മിസ്റ്റർ കെ വി കെ. വന്നിട്ട് അധികം നേരമായോ? ജസ്റ്റ് 2-3 മിനിറ്റ്സ്. നീ കാപ്പി കൊടുത്തില്ലേ? ഇല്ല, വേഗം കൊണ്ടുപോവാ. ഇപ്പൊ കൊണ്ടുവരാം. സോറി മിസ്റ്റർ കെ വി കെ, ഞാൻ 11 മണിക്ക് ഒരു ഗ്ലാസ് ഒട്ടകത്തിന്റെ പാലാണ് കഴിക്കാറുള്ളത്. ഒട്ടകത്തിന്റെ പാലോ? യെസ്. നമുക്ക് ആ ബിസിനസ് വേഗം തീർക്കാം. യെസ്, വരണം വരണം. ജസ്റ്റ് മിനിറ്റ്, എന്റെ പെട്ടി. ഇതാ. താങ്ക് യു. എക്സ്ക്യൂസ് മീ മിസ്റ്റർ കെ വി കെ, നിങ്ങൾക്ക് അണ്ടർഗ്രൗണ്ട് ഉണ്ടോ? അണ്ടർഗ്രൗണ്ടോ? അല്ല, ഈ വീട്ടിനടിയിൽ രഹസ്യമുറികൾ വല്ലതും ഉണ്ടോന്ന്. എന്തിനാ? നമ്മുടെ ബിസിനസ് രഹസ്യമായിരിക്കണം. ഓ, ഇവിടെ അങ്ങനത്തെ മുറികളൊന്നുമില്ല. വരണം. താങ്ക് യു. ഇതെല്ലാം ചാരായമായിരിക്കും. അതെ, എസൻസ് ചേർത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്നാന്തരം ബ്രാൻഡിയും വിസ്കിയും ആയിട്ട് മാറും. ഇത് ഫാക്ടറിയിലല്ലേ ചെയ്തുകൊണ്ടിരുന്നത്? അതെ. പിന്നെന്താ ഈ രഹസ്യ സ്ഥലത്തേക്ക് മാറ്റിയത്? ആരോ പോലീസിന് ഒരു പെറ്റീഷൻ കൊടുത്തതായിട്ട് അറിവ് കിട്ടി. അതുകൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് ഇങ്ങോട്ട് മാറ്റി. മുൻവശത്ത് ഭഗവാനെയാണല്ലോ പ്രതിഷ്ഠ. അതുകൊണ്ട് ആർക്കും സംശയം തോന്നുന്നില്ല. മിസ്റ്റർ കെ വി കെ എവിടെ? എക്സൈസ് മന്ത്രി ടിവിയിൽ വന്നിട്ടുണ്ട്, കാണാൻ പോയിരിക്കുക. ആട്ടെ, എത്ര കേസാ നിങ്ങൾക്ക് വേണ്ടത്? കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ ഇരട്ടി വേണം. ഇത് 5 ലക്ഷമുണ്ട്. ബാക്കി പണം ലോറി അവിടെ വരുമ്പോ കൊടുത്തയക്കാം. ഓക്കെ. നിർത്തോ. നിങ്ങളാര്? സത്യാന്വേഷികളായ 4 ഭിക്ഷാന്വേഷികൾ. നിങ്ങളങ്ങനെ അകത്ത് കിടന്നു? വെളിയിൽ ഭഗവത് ദർശനത്തിനായി വന്നതാണ്. ഞങ്ങളുടെ പാട്ട് കേട്ട് ഉണ്ണികൃഷ്ണൻ വാ തുറന്നു. പണ്ട് അമ്പാടിയിൽ യശോദയുടെ മുമ്പിൽ വാ തുറന്നതുപോലെ. ആ വായിലേക്ക് നോക്കിയപ്പോൾ 14 ലോകവും കണ്ടു.
15ാമത് ലോകവും കണ്ടു ഈ ചാരായാശ്രമം. വിസ്കി, ജിൻ, റം, ബ്രാൻഡി. ആഹാ ആഹാ. സ്വാമിയേ ശരണയ്യപ്പ. മകനെ ദുശാസന, നിന്റെ തന്ത ചാരായ സ്വാമി തിരുവടികളുടെ മായാവിലാസങ്ങളെല്ലാം ഞങ്ങൾ നേരിൽ കണ്ടു. ഇനി അടിയങ്ങൾ യാത്ര. പിടിച്ചുകിട്ടണ ഓമൻ. രാമു, എല്ലാവരും രക്ഷപ്പെട്ടോ. ഒരിക്കലും വെളിവിളക്കരുത്. ഓടിക്കോ. ഓഹോ, അപ്പൊ ഇതാണ് KVKയുടെ രഹസ്യ സങ്കേതം. ഫോണിൽ പറഞ്ഞ ഇൻഫർമേഷൻ കറക്റ്റ് ആണല്ലോ. നിങ്ങൾ ഇവിടുത്തെ മഹസർ തയ്യാറാക്കി. ഞാൻ പോയി KVKയുടെ ഫാക്ടറികൾ സെർച്ച് ചെയ്യാം. നീ ചോദിക്കുമ്പോഴൊക്കെ കൈ നിറച്ച് പണം തന്നില്ലേ? ഇപ്പൊ ഗർഭമാണെന്നും പറഞ്ഞ് എന്നെ വരട്ടുകയാണോ? എന്നെ വിവാഹം കഴിച്ചോളാമെന്ന് വാക്കുവല്ലേ? വിവാഹമോ? നിന്നെ നാളെ നേരം വെളുക്കുമ്പോ തള്ളയും പോലും സ്ഥലം വിട്ടില്ലെങ്കിൽ ഈ പെരയ്ക്കാൻ തീ വയ്ക്കും. ശരി, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ ഈ മുതലാളിമാരുടെ വാക്ക് വിശ്വസിക്കരുതെന്ന്. ഇപ്പോഴെന്തായി? ഈ മാനക്കേട് സഹിച്ച് ഞാൻ ഒരിക്കലും ജീവിക്കില്ലടി. എനിക്ക് ജീവിക്കാൻ സാധിക്കില്ലടി. അമ്മേ, രാത്രിയും പകലും എല്ലാം നമ്മളവരെ. പക്ഷെ ഐശ്വര്യം ശീലമൊക്കെ എവിടെയാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടാതിരിക്കുമോ? അയ്യോ അമ്മേ, വേണ്ട, ചെയ്യരുത് അമ്മേ. ഈ സ്ത്രീയുടെ നിലവിളിയല്ലേ കേൾക്കുന്നത്? അതെ. എന്താ 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 ഇത്? എന്റെ മോളെ ആ മഹാഭാവി നശിപ്പിച്ചു. വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് ഗർഭിണിയാക്കിയിട്ട് ഇവളെ ഉപേക്ഷിച്ചു പോയി. ആരെ? ആ KVK മുതലാളിയുടെ മകൻ. ഞാനിനി ജീവിച്ചിരിക്കില്ല. സമാധാനപ്പെടണം. എല്ലാത്തിനും നമുക്ക് പരിഹാരമുണ്ടാക്കാം. ഞങ്ങൾക്ക് ആരുമില്ല. ഈ അന്യായത്തിന് പകരം ചോദിക്കാൻ ഞങ്ങൾക്ക് ത്രാണിയില്ല. അതിന് ആത്മഹത്യ ചെയ്തിട്ട് എന്ത് പ്രയോജനം? മുതലാളിയുടെ മകനെ കൊണ്ട് നിങ്ങളുടെ മകളെ ഞങ്ങൾ വിവാഹം കഴിപ്പിക്കാം. നിങ്ങൾ സംശയിക്കണ്ട, നാളെ തന്നെ നടത്താം. നിങ്ങൾ ആരാ? ഞാൻ ബാപ്പുട്ടി, ഇതെന്റെ സ്നേഹിതൻ രാമു. എന്റെ മകളായതുകൊണ്ട് പറയുന്നതല്ല, അവൾ എന്തുകൊണ്ടും വിനോദ അനുയോജ്യയാണെന്നാണ് എന്റെ വിശ്വാസം. അനുയോജ്യ അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നാ പിന്നെ വിവാഹം ഉറപ്പിച്ചുകൂടെ? അതിപ്പോ KVKയുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഞാൻ പറയാം. എന്താ? പ്രായമാകുമ്പോ എന്റെ മകളെ വിനോദിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്ന്. ഓഹോ, അങ്ങനെ ഒരു വാക്കുണ്ടായിരുന്നോ? അത് ഞാൻ അറിഞ്ഞില്ല.
അവൻ കുഞ്ഞായിരുന്നപ്പോഴല്ലേ നമ്മൾ ആ തീരുമാനം എടുത്തത്? അതിനെന്താ? പണ്ടത്തെ കാലമൊന്നും അല്ല. അവനെ കൂടി വിളിച്ച് ചോദിച്ചിട്ട് വിവാഹം ഉറപ്പിക്കുന്നതാണ് നല്ലത്. അതാണ് അതിന്റെ ശരി. എടാ വിനോദ്, വിനോദ്, എന്താ അച്ഛാ? നമ്മുടെ പാർട്ണർമാർ രണ്ടുപേരുടെയും പെൺമക്കളെ നീ കണ്ടിട്ടില്ലേ? ഉണ്ട്. അവർക്ക് രണ്ടുപേർക്കും നിന്നെ മരുമകനായി കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. നിന്റെ അഭിപ്രായം എന്താ? രണ്ടുപേരെയും മുഷിപ്പിക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. എന്ന് വെച്ചാൽ രണ്ട് പെൺകുട്ടികളെയും ഞാൻ വിവാഹം ചെയ്തോളാം. എടാ, നീ ശ്രീകൃഷ്ണനാവണ്ട, ശ്രീരാമനായിരുന്നാ മതി. എന്താ ഗർഭം? ഗർഭോ? ആ, നിങ്ങളെ മകനെ ദേ ഈ പെണ്ണ് നശിപ്പിച്ചു. വിനോദ് ഇവിടെ വിവാഹം കഴിക്കണം. എന്താണോ കേൾക്കുന്നത്? ഞാൻ ഈ പെണ്ണിനെ കണ്ടിട്ട് പോലുമില്ല. കള്ളം, പച്ചക്കള്ളം. വിനോദ്, വിനോദ്, അടിച്ചോടിക്കണല്ലേ? കേരള വനിതയെ തൊട്ട് കളിച്ചാൽ, കേരള വനിതയെ തൊട്ട് കളിച്ചാൽ എന്താ ഇവിടെ ബഹളം? എങ്ങാണ്ടോ കിടന്നൊരു പെണ്ണിനെ ആരോ തെണ്ടികൾ നശിപ്പിച്ചത് എന്റെ മകൻ സമാധാനം പറയണം. ചുമ്മാതാണ് ഈ നാട്ടിൽ മഴ പെയ്യാത്തത്. മാനമായി ജീവിക്കുന്നവരെ ആക്ഷേപിക്കുന്നത് ശരിയാണോ വനിതാമണികളെ? നിർത്ത് നിർത്ത്. നിങ്ങളെ വിളിക്കട്ടെ, ഗർഭം നമ്മുടെ വഴിയാണെന്ന് തോന്നുന്നില്ല. ആട്ടെ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? രാധയെ വിനോദ് വിവാഹം കഴിക്കണം. നിർത്ത് നിർത്ത്. നിങ്ങൾ ബഹളം വയ്ക്കാതെ ഞങ്ങൾ മുതലാളിയുമായിട്ടും സംസാരിക്കട്ടെ. ഇതുടനെ പരിഹരിച്ചില്ലെങ്കിൽ ഗർഭത്തിന്റെ എണ്ണം കൂടും. ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? മകനെ കൊണ്ട് അവരുടെ കഴുത്തിന് മാലയിടിച്ചേക്ക്. അത് കണ്ടുകൊണ്ട് സമരക്കാർ അവരുടെ പാട്ടിന് പോകും. മാലയിട്ടാൽ അത് കല്യാണമാവില്ലേ? നമ്മുടെ മന്ത്രിമാർക്കും സിനിമാ നടികൾക്കുമൊക്കെ എത്രയോ പേർ മാലയിടുന്നു. അതൊക്കെ കല്യാണമാകുമോ? ഇതൊക്കെ ഒരു ഇടവല്ലേ. ചെറുക്കിനോട് മാലയിട്ട് വേഗം അവരെ പിരിച്ചുവിടാൻ പറ. അവർ കൊണ്ടുവന്ന മാല മേടിച്ച് ആ പെണ്ണിന്റെ കഴുത്തിലിട്ടേക്ക്. ചെല്ല് ചെല്ല്. വീരവനിതകളെ, നിങ്ങളുടെ ഡിമാൻഡ് അംഗീകരിച്ചിരിക്കുന്നു. നടക്കട്ടെ. ആ വേഗം മാലയിട്ടോ. എല്ലാവരും ഇതാ താലി. കേട്ടോ താലി? അയ്യോ, ചതിച്ചല്ലോ കേതിച്ചേ. എന്താ? ഓരോന്നിനും ആ താലി കെട്ടിയത്. അതിനെന്താ? താലി കെട്ടിയാൽ കെട്ടിയത് തന്നെ. അവരോട് മാലയിടാനല്ലേ പറഞ്ഞത്? എന്തിനാ താലി കെട്ടിയത്? ഇനിയൊന്നും നോക്കാനെ കൊണ്ടില്ല. പെണ്ണിനെ വിളിച്ചിട്ട് പോകാൻ പറ. അത് ഇല്ലെങ്കിൽ പുഴ മുഴുവനും കൂടെ വീട്ടിനകത്ത് കയറും. ഓ, ആ കുടുംബദ്രോഹി ആ പെണ്ണിനെ വിളിച്ചോണ്ട് പോരെ. ഒരാ പെണ്ണ് വിളിച്ചോണ്ട് പോരെ. എന്താ പേര്? കൊച്ചവറോത. ഇത് മകളായിരിക്കും അല്ലേ? ഞാൻ അയലത്തുള്ളതാണ്. എവിടാ താമസം? കരിമങ്ങാന ഷോപ്പിന് പൊറോട്ട. എപ്പോഴാ കാണാവുന്ന സൗകര്യം? എപ്പോ വേണമെങ്കിലും കാണാൻ ആശായ. ഞങ്ങള് വൈകിട്ട് 7 മണിക്ക് പുളിമൂട്ടി വരാം. അതാ ഞങ്ങളുടെ താവളം. എന്നാപ്പോ വൈകിട്ട് 7 മണിക്ക് മത്തായി അവിടെ കാണും. ഓടിപ്പോവാം. കൊച്ചവറോതെ വരുമായിരിക്കും.
അളിയോ കൊച്ചുറോവെ കാണാൻ വന്നതായിരിക്കും. എടാ, നീ ആ മുതലാളിയുടെ ഗുണ്ടയല്ലേ? ഐശ്വര്യനെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു? എനിക്കറിയില്ല സാറേ. നിനക്കറിയില്ലേ? അയ്യോ എനിക്കില്ല. അയ്യോ അയ്യോ ഞാൻ പറയാൻ പറ്റും. എനിക്കില്ല, ഞാൻ സത്യം പറയാമേ. എനിക്കറിയാൻ പാടില്ലേ? ഞാൻ സത്യം പറയാമേ. പറയാം. ഡോക്ടർ ശർമ്മയ്ക്ക് അറിയാം. ഗുഡ് ഈവനിങ് ഡോക്ടർ. യെസ്, ഗുഡ് ഈവനിങ്. ആര്? PAയോ? എന്താ പതിവില്ലാതെ? മിസ്റ്റർ മേനോൻ മുഹമ്മദ് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഡോക്ടർ രഹസ്യമായിട്ട് സാധിച്ചു തരണം. എന്താ? ഞങ്ങളുടെ രത്നവ്യാപാരത്തിന്റെ രഹസ്യങ്ങൾ ഹോങ്കോങ്ങിൽ നിന്നും ഞങ്ങൾ കൊണ്ടുവന്ന 2 ജോലിക്കാർ മനസ്സിലാക്കി. അവരെ പുറത്തുവിടുന്നത് അപകടമല്ലേ? സംശയമുണ്ടോ? ഞാൻ അവർക്ക് സ്ലീപ്പിംഗ് പിൽസ് കൊടുത്ത് മയക്കി അടുത്ത മുറിയിൽ കൊണ്ട് കിടത്തിയിട്ടുണ്ട്. വെരി ഗുഡ്. ഓരോ ഇഞ്ചക്ഷൻ ജീവിതത്തിൽ ഒരിക്കലും ഇനി ഒരു കാര്യം അവർക്ക് ഓർമ്മയുണ്ടാവില്ല. അതിനല്ലേ ഡോക്ടർ എടുത്ത് വന്നത്. ഡോക്ടർക്ക് എത്ര രൂപ വേണമെങ്കിലും തരാൻ മിസ്റ്റർ മേനോൻ മുഹമ്മദ് വരട്ടെ. അതൊക്കെ റിസൾട്ട് കണ്ടിട്ട് മതി. 2 പേരും മുഴങ്ങിക്കിടക്കുകയാണ്. 2 പേർക്കും പപ്പാതി മരുന്ന് പൃഷ്ഠത്തിൽ തന്നെ കയറ്റിക്കളെ. ആ പുതപ്പങ്ങ് മാറ്റു. എന്നെ ഉപദ്രവിക്കല്ലേ? എന്നെ വിടൂ. പറയടാ, ഐശ്വര്യനെ അറിയില്ല. പണ്ട് ഞങ്ങളെ 2 പേരെയും ഇതേ മുറിയിൽ വെച്ച് നീ കുത്തിവെച്ച് ഭ്രാന്തന്മാരാക്കിയത് ഓർമ്മയുണ്ടോ? ആ രാമവും ബാപ്പുട്ടിയുടെ ബാപ്പുട്ടി, അവന്റെ ഓരോ പ്രശ്നത്തിലും ഓരോ കുത്ത്. കാരന്റെ ഹോണാണ്. കൂട്ടുകാരൻ അവൻ നല്ല നിലയിൽ തന്നെ കാണട്ടെ. എന്ത് പറ്റി? എടാ ബാപ്പൂട്ടി, എടാ രാമു, നിന്നെ ഞാൻ കൊല്ലും. ഡോക്ടർ, എന്ത് ഭ്രാന്തായി കാണിക്കുന്നു? ഡോക്ടർ, ഇനി എത്ര നാളിങ്ങനെ ഈ വേഷം കെട്ടി ജീവിക്കണം? വരുന്നത് വരട്ടെ. നമ്മളെ ഈ നിലയിലാക്കിയ ദ്രോഹി അങ്ങ് കുന്നളഞ്ഞാലും കൊല്ലാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെ കാണാൻ സാധിക്കുമോ? രാജേഷ്, ഞങ്ങൾ ഈ നിലയിൽ ജീവിക്കുന്നത് നിന്റെ സഹായം കൊണ്ട് മാത്രമാണ്. നിന്നെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ആ KVK കൊന്നിട്ട് ഞങ്ങൾ ജയിലിൽ പോയത്. ഈ വേഷമിട്ട് ജീവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ. അതറിയാം. നിന്റെ അച്ഛനെ കുന്നവനോട് പകവീട്ടാൻ കൂടിയാണ്. അതുമല്ല, ഞാൻ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ കൂടെ എനിക്ക് തിരിച്ചു കിട്ടണം. നീ സ്നേഹിച്ച പെൺകുട്ടിയോ? ഞങ്ങളോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ആരാണത്? ഷീല. എന്ത്? എന്റെ മോളെ നീ സ്നേഹിക്കുന്നെന്നോ? അതെ. ബാബുട്ടി, രാമു, ഇവൻ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ വഞ്ചിച്ചവനാണ്. ഇവനെ ഞാൻ നിൽക്ക്. ഇവനെ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം. വരൂ. ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത്. എടാ മരുമോനെ, എന്റെ മോള് ഭാഗ്യവതിയാണടാ. പിടിയടാ പടി. നീ ഉള്ളപ്പോ ഞങ്ങൾക്ക് എന്തിനാടാ പടി? എന്തായി മിസ് വകുപ്പ്? ഡോക്ടറെ ഭ്രാന്താശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ഡിസ്പെൻസറിയിൽ കയറി ഇത്ര ധൈര്യമായിട്ട് ഇത് ചെയ്തവന്മാര് നാളെ നമ്മളെയും എന്തും ചെയ്യാൻ മടിക്കില്ല. എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ല മിസ് മധുസൂദൻ. എനിക്കൊരു സംശയമുണ്ട് മിസ്റ്റർ KVK. എന്താണ്? മേനോനും മുഹമ്മദും ബാപ്പുട്ടിയും രാമോനെയും സഹായിക്കുന്നുണ്ട്. എന്താ അങ്ങനെ തോന്നാൻ? ഇന്നലെ രാത്രി അവരുടെ കാറ്
എസ്തഫാന്റെ വീട്ടുപടിക്കൽ 1 മണിക്കൂറോളം കിടന്നു. തിരിച്ചു പോയപ്പോ ബാപ്പൂട്ടിയും രാമുവും ബോബിയും ഉണ്ടായിരുന്നു. ഇത് എന്റെ പ്യൂൺ നേരിട്ട് കണ്ടതാ. ഇതാണോ നമുക്ക് രണ്ടുപേർക്കും താമസിക്കാനുള്ള വീട്? അതെ. വളരെ നന്നായിട്ടുണ്ട്. അകം ഇതിനേക്കാൾ നന്നായിരിക്കും. ഡയാന, ഇതെന്താ ഇത്? എന്നെ വിടൂ, എന്നെ വിടാൻ പറയൂ, എന്നെ എവിടെ കൊണ്ടുപോകുന്നു? എന്നെ വിടാൻ പറയൂ, എന്നെ ഭൂതമേ, എന്നെ വിടൂ, എന്നെ വിടൂ, എന്നെ വിടൂ, എന്നെ വിടാൻ, എന്നെ വിടൂ, അയ്യോ എന്നെ വിടൂ, അയ്യോ എന്നെ വിടൂ. പറയടി, നിന്നെ ഗർഭസത്യാഗ്രഹത്തിന് പ്രേരിപ്പിച്ചത് ഏത് പാർട്ടിക്കാരാ? ഒരു പാർട്ടിയുമല്ല. പിന്നെ അത്രയും സ്ത്രീകളെ ആര് സംഘടിപ്പിച്ചുകൊണ്ടുവന്നു? എന്നെ കൊല്ലരുത്, ഞാൻ പറയാം. ആ പറ. ബാപ്പുട്ടിയും രാമു. ബാപ്പുട്ടിയും രാമുവും? അതെ, അന്ന് നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് വഴക്കുണ്ടായിട്ട് പോയതിനു പുറകെ അവരവിടെ വന്നിരുന്നു. എന്നിട്ട് അവരാണ് ആ സത്യാഗ്രഹത്തിന് ഏർപ്പാട് ചെയ്തത്. ഓഹോ, അവരെവിടെയുണ്ട്? എനിക്കറിയില്ല. നിനക്കറിയാം? ഈശ്വരനാണ് സത്യം, എനിക്കറിയില്ല. അറിയില്ലേ? എനിക്കറിഞ്ഞൂടാ. അറിയില്ലേ? ഡയാന, നീ ഒന്ന് പെരുമാറി നോക്ക്. ഇവള് പറയോ ഇല്ലയോ എന്നറിയട്ടെ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. എന്താ വിശേഷം? മിസ്റ്റർ പ്രഭാകര മേനോന്റെ കൊലപാതകത്തെ പറ്റി ചില വിവരങ്ങൾ ചോദിക്കാനുണ്ട്. എന്താ അറിയേണ്ടത്? മിസ്റ്റർ മേനോന്റെ മരണത്തിന് ശേഷം അദ്ദേഹം കൊണ്ടുവന്ന $50,000 ഡ്രാഫ്റ്റ് സാർ മാറിയിട്ടുണ്ടല്ലോ. ആ തുക 1 മാസത്തിന് മുമ്പ് അയച്ചതാണ്. ആ ഡ്രാഫ്റ്റ് വന്ന കവർ ഇവിടെ ഉണ്ടോ? അത് സൂക്ഷിക്കേണ്ട കാര്യം എന്താ? കഴിഞ്ഞ 10-15 വർഷങ്ങളായി മിസ്റ്റർ പ്രഭാകര മേനോൻ നിങ്ങൾക്ക് 25 ലക്ഷം രൂപയോളം അയച്ചു തന്നതായി കണക്ക് കാണുന്നുണ്ടല്ലോ. ഏതാണ് ഈ കള്ളത്തരങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞത്? ഞാനാണ്. മേനോൻ മുഹമ്മദിന്റെ പ്രൈവറ്റ് സെക്രട്ടറി. നിങ്ങൾക്കിതുമായിട്ടുള്ള ബന്ധം? കൊല്ലപ്പെട്ട മേനോന്റെ മകൻ രാജേഷ്. മേനോന്റെ മകൻ? മേനോന്റെ മകൻ എനിക്കറിയാം. ഈ വേഷം കെട്ടി വന്ന് എന്നെ കബളിപ്പിക്കാൻ നോക്കണ്ട. ഒരു കൊലപാതകയോട് എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്കറിയാം. ഇൻസ്പെക്ടർ, നിങ്ങളും കൂട്ടുചേർന്നാണോ എന്നെ ആക്ഷേപിക്കുന്നത്? കംപ്ലൈന്റ് ഒന്നാൽ അന്വേഷിക്കേണ്ടത് എന്റെ കടമയാണ്. കപടവേഷമിട്ട് ഇവിടെ ജീവിക്കുന്ന ഇവരെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കണം. ആരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കും. മിസ്റ്റർ കെ വി കെ, കഴിഞ്ഞ 15 വർഷം കൊണ്ട് എന്റെ അച്ഛൻ 25 ലക്ഷം രൂപയോളം ഉഷയ്ക്കായി നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. 48 മണിക്കൂറിനകം അതിന്റെ കണക്കുകൾ എനിക്ക് കിട്ടണം. ഇല്ലെങ്കിൽ അത് ഞാൻ വാങ്ങിക്കും. ഒരു കാര്യം കൂടി, നിങ്ങൾ രഹസ്യമായി തടവിൽ വെച്ചിരിക്കുന്ന ഷീലയെ ഐഷയെയും ഉടനെ വിട്ടുതരണം. ഇൻസ്പെക്ടർ, ഈ ഇൻസൾട്ടിങ് മീ. പെണ്ണ് കിടന്ന എന്റെ തൊഴിലില്ല. നിങ്ങളുടെ തൊഴിൽ എന്തൊക്കെയാണെന്ന് ഞാൻ ഉടനെ വിളിച്ചിട്ട് കൊണ്ടുവരും. വിതിൻ 48 hours. മിസ്റ്റർ കെ വി കെ, ഈ തെളിവുകൾ വെച്ച് നിങ്ങൾ ഇപ്പോൾ തന്നെ എനിക്ക് അറസ്റ്റ് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ മാന്യത നോക്കി നിങ്ങൾക്ക് ഞാൻ 24 മണിക്കൂർ സമയം തരുന്നു. തിങ്ക് ആൻഡ് ഡിസൈഡ്. നീയൊക്കെ എനിക്ക് കണക്ക് വെച്ച് സമയം തരും. അതിനു മുമ്പ് നിന്റെയൊക്കെ കണക്ക് ഞാൻ തീർക്കും. അന്ന് കണ്ടപ്പോഴേ ഈ മേനോന്റെ മോനാണെന്നോ എനിക്ക് സംശയം തോന്നി. നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ഞാൻ എന്തെങ്കിലും അവിവേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ക്ഷമിക്കണം. നീ പറഞ്ഞതെല്ലാം സത്യമാണ് മോനെ. പക്ഷെ അദ്ദേഹത്തിന്റെ ഭർത്താവായിപ്പോയി.
ഇനി നീ വേണം ഉഷയുടെ കാര്യം എല്ലാം നോക്കാൻ. മോളെ, ഇതാരാണെന്നറിയാമോ? നിന്റെ ചേട്ടൻ, നിന്റെ അച്ഛന്റെ ഹോങ്കോങ്ങിലുള്ള മകൻ. അനിയത്തി, ചേട്ടാ, അച്ഛൻ മരിച്ചുപോയെങ്കിലും ഉഷയുടെ കാര്യങ്ങൾ നോക്കേണ്ടത് എന്റെ കടമയാണമ്മേ. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. അനിയത്തി, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. നിനക്ക് ഞാനുണ്ട്. വരട്ടെ. മധുസൂദൻ സംശയിക്കണ്ട. അവൻ പ്രഭാകരമേനോന്റെ മകൻ തന്നെയാണ്. ഇനി അവൻ ഇവിടെ ജീവനോട്ടിരിക്കുന്നത് നമുക്ക് ആപത്താണ്. ഞാനിവിടെ വരാം. ഇനി ആരെ കൊല്ലാനാണ് പുറപ്പാട്? എന്നെ നശിപ്പിക്കാൻ വരുന്നവരെ ചൗഷിയ കടിക്കാത്ത പാമ്പില്ല. നിങ്ങളുടെ പ്രവൃത്തികൾക്ക് പകരം വിട്ടാൻ അവർക്കും അവകാശമുണ്ട്. മേനോനെ കൊന്നത് ഞാനാണെന്നാണ് ഇൻസ്പെക്ടർ ആ തെമ്മാടിയും പറയുന്നത്. മേനോനെ കൊന്നത് ആരാണ്? ജയിൽ ചാടി വന്നത് ബാപ്പുട്ടി രാമു അല്ല, ഞാനാണ്. എന്റെ ഭർത്താവ്. സത്യം പറഞ്ഞതിന്റെ ശിക്ഷയാണല്ലോ. അതും ജീവിതത്തിൽ ആദ്യമായി. സാരല്ല, എന്നെ കൊന്നാലും എന്റെ ഭർത്താവിനെ ഞാൻ ഒറ്റിക്കൊടുക്കുകയില്ല. ഒരു സാവിത്രി, ഭർത്താവിന് വേണ്ടി ത്യാഗം സഹിക്കുന്ന ഒരു ഭാര്യ. നിനക്ക് ഞാൻ ഒരു അവസാനം കണ്ടിട്ടുണ്ട്. ദൈവം നിങ്ങൾക്കും ഒരു അവസാനം വിധിച്ചിട്ടുണ്ടെന്ന് മറക്കരുത്. എന്റെ പ്രവൃത്തിയാടി എന്റെ ദൈവം. ദൈവം, ആ വാക്കുച്ചരിക്കാൻ നിങ്ങൾക്ക് അർഹതയുണ്ടോ? നിങ്ങൾ എത്ര കുടുംബങ്ങളെ തകർത്തു. അതൊന്നും പോരാഞ്ഞിട്ടാണ് ഇപ്പൊ ഒരു പാവപ്പെട്ട അമ്മയും മകളെയും ആ പഴയ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ കൊണ്ടിട്ട് കൊല്ല ചെയ്യുന്നത്. ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്യും. ആരും എന്നെ ഉപദേശിക്കാൻ വേണ്ട. മോനെ, നീ ഈ വേഷത്തിൽ അപ്പനെ കാണാൻ ഇവിടെ വരരുത്. ആ മുതലാളിയുടെ ആളുകൾ ആരെങ്കിലും കണ്ടാൽ പിന്നെ നമ്മുടെ രണ്ടുപേരുടെയും കഥ കഴിഞ്ഞത്. എനിക്ക് എന്റെ അപ്പനെ കാണാതിരിക്കാൻ ഒക്കുമോ? ഞാൻ വല്ലപ്പോഴൊക്കെ നിന്നെ അവിടെ വന്ന് കണ്ടോളാം. നീ വേഗം പോവാൻ നോക്ക്. ഇന്നലെയല്ലേ അപ്പൻ ആശുപത്രിയിൽ നിന്ന് വന്നത്? കുടിക്കരുന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? കുടിച്ചാലും ചാവും, കുടിച്ചില്ലെങ്കിലും ചാവും. സത്യം ചെയ്യണം, ഇനി അപ്പം കുടിക്കരുത്. ശരി, എന്റെ മോൻ ഇഷ്ടമില്ലെങ്കിൽ ഇനി അപ്പം കുടിക്കുന്നില്ല. നീ പോവാൻ നോക്ക്. ഇതാപ്പ, ഈ പണം ചെലവിനിരിക്കട്ടെ. മോനെ ബാബു, എന്നാ നിന്റെ പെട്ടി. ശരിയപ്പാ, ഞാൻ വരട്ടെ. ആ, ആരാ പോയത്? ബോബി. പിന്നെ ബാബു എന്ന് വിളിച്ചത്? എന്റെ മോൻ ബാബുവിന്റെ ഓർമ്മയിൽ വിളിച്ചു പോയതാ. നീ വൈകിട്ട് ബംഗ്ലാവിൽ നിന്ന് വരണം. എന്തിനാ? വരാൻ പറഞ്ഞാ വരണം, അത്രമാത്രം. അപ്പോ നമ്മളെ പറ്റി അവർക്ക് സംശയം തോന്നി തുടങ്ങി. കർത്താവ് ഈശോ മിശിഹായാണ് സത്യം. ജീവൻ പോയാലും നിങ്ങൾ ആരൊക്കെയാണെന്ന് ഞാൻ പറയില്ല. എസ്തപ്പാനെ പോലെ ഒരു നല്ല മനുഷ്യനെ കണ്ടു കിട്ടിയ ഞങ്ങളുടെ ഭാഗ്യം. സ്വന്തം മകനെ പോലും ഞങ്ങൾ കൈവിട്ടത്. എന്നായാലും ഞാൻ അവനെ നിങ്ങൾക്ക് വിട്ടുതരേണ്ടതാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് മാപ്പ് തരുമോ? എസ്തപ്പൻ ചേട്ടന് ഞങ്ങൾ മാപ്പ് തരണോ? എന്തിന്? അങ്ങനെ ഒരു തെറ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കാര്യം പറയും. ബാബു എന്റെ മകനല്ല. പിന്നെ ആരുടെ മോന? സാറിന്റെ മോന. ബാപ്പുട്ടിയുടെ മകൻ സലീമാണ് ബാബു. ബാബു എന്റെ മോനാണ്. അതെ. പിന്നെ ചേട്ടൻ എന്തുകൊണ്ട് ഇത്രയും കാലം പറഞ്ഞില്ല? ഈ ലോകത്ത് എന്നെ സ്നേഹിക്കാൻ അവൻ മാത്രമേ ഉള്ളൂ. മരണം വരെ അവൻ എന്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. എന്റെ മോനെ നിങ്ങൾക്കെങ്ങനെ കിട്ടി? നിങ്ങളുടെ വീട് തീപിടിച്ചപ്പോ ഒരു കൊച്ചു കുഞ്ഞ് അതിനകത്ത് നിലവിളിച്ചുകൊണ്ട് ഓടുന്നത് ഞാൻ കണ്ടു.
അവനെ ഞാൻ എടുത്തുകൊണ്ട് പോയി വളർത്തി. ഇത്രയും കാലം ആ കാര്യം പറയാതിരുന്നതിന് എനിക്ക് മാപ്പ് തരണം. മാപ്പ് തരണോ? ഇത്രയും കാലം എന്റെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവന്നതിന് ഞാൻ ചേട്ടനോട് നന്ദി പറയുകയാണ് വേണ്ടത്. രാമു, നമ്മുടെ ഭാഗ്യം സലിം നമ്മുടെ കൂടെ തന്നെ കഴിഞ്ഞു വന്നല്ലോ. ജീവിതത്തിൽ നഷ്ടപ്പെട്ട ഒരു നിധി കൂടി കണ്ടുകിട്ടി. ഇനി ഐഷയും ശീലയും കൂടെ കണ്ടുപിടിക്കാൻ സാധിച്ചാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ആ മുതലാളി ഇനി എന്നെ വല്ലതും ചെയ്താലും ബാബുവിനെ അവന്റെ വാപ്പയെ ഏൽപ്പിക്കാൻ കഴിഞ്ഞല്ലോ, അത് മതി. ഞാൻ വരട്ടെ. എസ്തപ്പാൻ ചേട്ടൻ കൂടെ കൂടെ വരണം. എന്റെ മോനോട് അല്ല, ബാബുവിനോട് ഇനി വീട്ടിൽ വരുന്നത് അപകടമാണെന്ന് പറയണം. എനിക്ക് അവന്റെ മുഖത്ത് നോക്കി യാത്ര ചോദിക്കാൻ ശക്തിയില്ല. എന്നാൽ ഞാൻ വരട്ടെ. ശരി. മുറിയിൽ ഏതോ ഒരു പാവമണിനെ അടച്ചിട്ടിട്ടുണ്ട്. മോളെ, ഹലോ, ഞാനാണ് ബാബു. എന്റെ മോനോ? എന്റെ അപ്പനെ ആ കേവിക്ക് കൊന്നു. നീ ഇപ്പൊ എവിടെ നിന്നാ സംസാരിക്കുന്നത്? ഞാനിവിടെ. മോനെ, മോനെ, നിങ്ങൾ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചല്ലേ? എനിക്ക്
രാജേഷ് എസ്റ്റേറ്റ് ബംഗ്ലാവിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരികയായിരുന്നു. പാപികൾ വന്ന് എന്നെ വെടിവെച്ചിട്ടിട്ട് അവരെ കൊണ്ടുപോയി. മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ ഒന്ന് കാണാൻ പഠിച്ചവൻ എനിക്ക് ഭാഗ്യം തന്നു. പക്ഷേ എന്റെ മോൻ സലീമിനെ ഒന്ന് കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. രാമു എടാ, ജീവൻ വേണമെങ്കിൽ സത്യം പറ. മേനം മുഹമ്മദ് ആര്? തന്നെ ഇത്രയും കാലം കൊല്ലാതെ വിട്ടത് എന്റെ തെറ്റ്. എന്റെ അച്ഛനെ കൊന്ന് തന്നോട് പരം വിട്ടാതെ ഞാൻ മരിക്കില്ലടാ. എടേ, ഈ സ്ഥലത്ത് നിന്റെ അച്ഛനും അവന്റെ കൂട്ടുകാരനും വരില്ല. പറയേ, വാപ്പുട്ടിന്റെ അമ്മയുടെ എനിക്കറിഞ്ഞൂടാ. എന്റെ ചോറുണ്ടുകൊണ്ട് നീ ശത്രുപക്ഷത്ത് ചേർന്നു അല്ലേ? ബാപ്പുട്ടിയുടെ മകനെ നിനക്കറിയാം. രാമുവും ബാപ്പുട്ടിയല്ലേ മേലാനും മുഹമ്മദും? ധൈര്യമുണ്ടെങ്കിൽ ഈ കെട്ടയച്ചു വിട്. അപ്പൊ ഞാൻ ഉത്തരം പറയാം. എന്റെ മോനെ കൊന്ന് നിന്നെയൊക്കെ ഞാൻ ജീവനോടെ വിടില്ല. വെടിവെച്ച് കൊന്ന് ഈ കൊക്കയിലേറിയാം. ബോംബ് വെച്ച് വരണം. ഇവന്റെ ഒക്കെ ശരീരത്തിൽ തരിപോലും കാണരുത്.
ഈ സ്ഥലം ഏതാണെന്നറിയാമോ? വർഷങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് വെച്ചാണടാ നീ എന്റെ ഭാര്യയെ ലോറി കയറ്റിക്കൊന്നത്. രാമു, ഇവനെയും അതേ രീതിയിൽ തന്നെ ലോറി കയറ്റിക്കൊല്ലണം.